മരുന്നോ ഓപ്പറേഷൻ കൊണ്ടോ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. പക്ഷേ സ്വയം തിരുത്താൻ തയ്യാറായാൽ ജീവിതശൈലി രോഗങ്ങൾ മാറും. നമ്മളുടെ ടോപ്പിക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ്. അപ്പം മെൻ്റൽ ആയിട്ടുള്ള അസുഖങ്ങളെക്കുറിച്ച്, മാനസികമായിട്ടുള്ള അസുഖങ്ങളെക്കുറിച്ചും പിന്നെ വൈകാരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഒക്കെ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ ദാറ്റ് ഈസ് ജീവിതശൈലി തിരുത്താനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. ആദ്യമായിട്ട് ഡോക്ടർ ജോളി തോംസനോട് ചോദിക്കാനുള്ളത് ഈ സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇങ്ങനെ മൂന്നാണ് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ത്? സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് അവരവരുടെ തന്നെ ഫീലിംഗ് ആണ്. അപ്പം എനിക്ക് ഞാൻ സ്ട്രെസ്ഡ് ആണെന്ന് പറയുന്നത് നമുക്കറിയാം, പല കാര്യങ്ങൾ ചിലപ്പം ടാർഗറ്റ് ഉണ്ടാകും, വർക്കിൽ ടാർഗറ്റ് ഉണ്ടാകും. അപ്പം അങ്ങനെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വർക്ക് സംബന്ധമായിട്ടുള്ളതിൽ നമുക്ക് സ്ട്രെസ് വരുത്താം. ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് നാളെയിലെ കുറിച്ചാണ്. മറ്റേ സമ്മർദ്ദം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള വേവലാതികളെന്ന് നമുക്ക് പറയാം. ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ എന്ത് ചെയ്യും, ഞാൻ അത് നാളെ ആരെങ്കിലും ഗസ്റ്റ് വരുന്നുണ്ട്. ഇപ്പം സാധാരണ ഹൗസ് വൈഫിനൊക്കെ ഉള്ള ഒരു ടെൻഷൻ വരുന്നത് നാളെ ഗസ്റ്റ് വരുന്നു, അവർക്ക് എന്ത് കൊടുക്കും, അങ്ങനെയൊക്കെയുള്ള പിന്നെ ഉള്ള അല്ലെങ്കിൽ വരാൻ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നോർത്തുള്ള ഭാവിയെക്കുറിച്ചുള്ള ഇതാണ് വരുന്നത്. പിന്നെ എന്തായിരുന്നു പറഞ്ഞത്? ഡിപ്രഷൻ. ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളങ്ങ് ഡള്ളായി, എനിക്ക് ഒരു എനർജി വരാതെ ഇരിക്കുന്ന അവസ്ഥ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രീമിലേക്ക് പോകുമ്പോഴേക്കാണ് ഇനി എനിക്കൊന്നും വയ്യ എന്നുള്ളത് വരുമ്പോഴാണ് നമ്മൾ സൂയിസൈഡൽ ഐഡിയേഷൻ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുന്നത്. പിന്നെ സൈക്യാട്രിക് ഇതിൽ വരുന്നത് പിന്നെ ഒരു ആസ്പെക്റ്റും കൂടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ സൈക്കോസിസ് ആണ്. ഒന്ന് സൈക്കോസിസ് വരാം. അതപ്പോൾ സൈക്കോസിസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വയലന്റ് ആകുക, അല്ലെങ്കിൽ മറ്റ് സൗണ്ടുകൾ കേൾക്കുക, പിന്നെ ഇങ്ങനെ മേത്തൂടെ എന്തെങ്കിലും എഴഞ്ഞ് നടക്കും, ഇങ്ങനെ അതായത് ടാക്ടൈൽ ഹലൂസിനേഷൻ എന്ന് പറയും. അത് മറ്റേത് സൗണ്ട് കേൾക്കുന്നത് ഓഡിറ്ററി ഹലൂസിനേഷൻ. പിന്നെ ഈവൻ ചില സൈക്കോഡെലിക്സ് ഒക്കെ ഡ്രഗ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിഷ്വൽ ഹലൂസിനേഷൻ ഒക്കെ വരാം. അതൊക്കെ സൈക്കോസിസിന്റെ പാർട്ടായിട്ട്. അപ്പോൾ ഈ കേൾക്കുന്നത് 100 പേരെ എടുത്തു കഴിഞ്ഞാൽ ഒരു 10 പേർക്കെങ്കിലും ഈ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് 10 ഇതിപ്പോൾ ഇങ്ങനെ കൂടുന്നതാണോ, അല്ലെങ്കിൽ ഇത് കൂടുതൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഇത് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ മെൻ്റൽ അസുഖങ്ങളിൽ പെടുത്തുകയാണോ? എന്താണ് ഇതിൻ്റെ ശരിക്കും ഉള്ള സിറ്റുവേഷൻ? നമുക്ക് ഈ സൈക്യാട്രിക് ഡിസോർഡേഴ്സിനെ കുറിച്ച് നമുക്കൊരു സ്റ്റിഗ്മയുണ്ട്. അപ്പോൾ ഒരു സൈക്യാട്രി ചികിത്സ എടുക്കുക, അല്ലെങ്കിൽ സൈക്യാട്രിക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും ഒരു അതിനോടൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. എനിക്ക് മാനസിക രോഗമാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഫിസിക്കൽ അസുഖങ്ങളെ പോലെ തന്നെ ഇപ്പം നമുക്കൊരു ജോയിന്റ് പെയിന് വന്നാൽ നമുക്കത് കാണിക്കാനോ പറയാനോ ആർക്കും ഒരു മടിയില്ല. അല്ലെങ്കിൽ ഫാറ്റി ലിവർ എന്ന് പറയാൻ ആർക്കും ഒരു മടിയില്ല. കൊളസ്ട്രോൾ എന്ന് പറയാനും മടിയില്ല. ഡയബറ്റിസ് എന്ന് പറയുന്നതും ഒക്കെ ഒരു കാലത്ത് അതൊക്കെ എന്തോ ഒരു സ്റ്റൈലിന്റെ ഭാഗമാണ്. എനിക്ക് കുറച്ച് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത് ഞാൻ ഒരു അപ്പർ ക്ലാസ് ആൾക്കാരുടെ മറ്റേ ഒരു സോഷ്യലി ആൻഡ് എക്കണോമിക്കലി അപ്പർ ക്ലാസിന്റെ ആണെന്നുള്ളത് ഉള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിലും ആർക്കും ഇതൊന്നും ഒരു അസുഖമാണെന്ന് പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഡിപ്രഷനാണെന്നോ അല്ലെങ്കിൽ എനിക്ക് സൈക്കാട്രിക് മെഡിസിൻ കഴിക്കുന്നുണ്ടെന്നോ ആരും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും തന്നെ ഇപ്പം ഡയബറ്റിസും ഹൈപ്പർ ടെൻഷനും ഇതൊക്കെ ഉള്ളൊരു എന്തെങ്കിലുമൊക്കെ രീതിയിൽ അവർക്ക് സൈക്കാട്രിക് പ്രോബ്ലംസ് ഉണ്ടാകും. അവർക്ക് എന്തെങ്കിലും ആങ്സൈറ്റിയോ ഡിപ്രഷനോ ഒരു ഇറിറ്റബിലിറ്റി ഇതെല്ലാം ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബോഡി ഹാർട്ടോ ജോയിന്റ് ഓരോന്നായിട്ടല്ല വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം ഒന്നിച്ചുള്ളതാണ്. അപ്പം നമ്മളുടെ ബ്രെയിനിനെ എന്ത് ബാധിച്ചാലും അത് സൈക്യാട്രിക് പ്രോബ്ലംസ് ആയിട്ട് വരും. അപ്പം ഇതെല്ലാം ഇൻഫ്ലമേറ്ററി ഡിസീസസ് ആണ്. നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന എല്ലാം ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ്. അപ്പൊ ഈ ഇൻഫ്ലമേറ്ററി ഡിസീസ് ബ്രെയിനിനെ ബാധിക്കുന്നതാണ് നമ്മൾ കാണുന്ന സൈക്യാട്രിക് മെന്റൽ പ്രോബ്ലംസ് എല്ലാം. അതുപോലെ തന്നെ ഈ എപ്പിലെപ്സി പോലെയുള്ള ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ബ്രെയിനിന് നീർക്കെട്ട് വരുന്നതിന്റെ ഭാഗമാണ്. ബ്രെയിൻ സെൽസ് എന്ന് പറഞ്ഞാൽ ന്യൂറോൺസ് മാത്രമല്ല, അതിനെ പൊതിഞ്ഞൊരു ഗ്ലയൽ സെൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ വരുന്ന ഡിഫോമിറ്റീസ് ആണ്. ഈവൻ തലവേദന അത് നമ്മുടെ ബ്രെയിനിനെയാണ് ബാധിക്കുന്നത്. അപ്പം നമ്മളുടെ എന്ത് അസുഖത്തിന്റെ കൂടെയും അതിനൊരു ഇമോഷണൽ ഓർ ബ്രെയിനിന്റെ കാര്യങ്ങളും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ബ്രെയിൻ ആണല്ലോ നമ്മളുടെ ഇതിനകത്തെല്ലാം ഹോർമോണൽ ഇംബാലൻസ് വരുന്നുണ്ട്. അപ്പൊ ഈ ഹോർമോൺസിനാണെങ്കിലും നമ്മുടെ മേജർ കൺട്രോളിങ് ഹോർമോൺ ഗ്രന്ഥികൾ ഇരിക്കുന്ന ബ്രെയിനിലാണ്. ഇതിന്റെ ഒരു പെനിയൽ ഗ്ലാൻഡ് ഉണ്ട്, പിന്നെ ഹൈപ്പോതലാമസ് ഉണ്ട്, പിറ്റ്യൂട്ടറി ഉണ്ട്. അവരാണ് നമ്മുടെ താഴത്തെ ഹോർമോണുകളെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്.
സോ ഈ നമുക്കൊരു അസുഖം വരുമ്പം അതിൻ്റെ കൂടെ മെൻ്റൽ പ്രോബ്ലംസും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 10% അല്ല, അതിൽ കൂടുതലുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒബേസിറ്റി ഒക്കെ കൂടി വരികയാണല്ലോ. അപ്പോൾ അതനുസരിച്ച് തന്നെ നമ്മുടെ മാനസിക പ്രോബ്ലംസും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്നത് ഇപ്പോൾ ഈ ബോഡിയിൽ ഇപ്പം സോഡിയം കുറഞ്ഞു പോയി, അല്ലെങ്കിൽ വേറെ പൊട്ടാഷ്യം കൂടിപ്പോയി, അല്ലെങ്കിൽ ഒമേഗ 3 കുറഞ്ഞു പോയി, ഒമേഗ 6 കൂടിപ്പോയി. അങ്ങനെ ഈ ഫുഡ് ഈ നമ്മുടെ ബോഡിയുടെ കമ്പോസിഷൻ, ദറ്റ് ഈസ് കാൽഷ്യം കുറഞ്ഞു പോയി, മഗ്നീഷ്യം കൂടിപ്പോയി, അങ്ങനത്തെ ഉള്ള ഇഷ്യൂസൊക്കെ ഇപ്പം കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ശരിക്കും ഈ സോഡിയം പൊട്ടാഷ്യം ബാലൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സോഡിയം പൊട്ടാഷ്യം ബാലൻസ് എന്ന് പറയുന്നത് ഈ സാധാരണ ആൾക്കാർക്ക് അതും മാനസിക ആരോഗ്യവുമായിട്ടുള്ള കണക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പം അത് നമ്മൾ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് ലൈഫിനെ കുറിച്ച് നമ്മുടെ ഈ ലൈഫ് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ് അത് വരുന്നത്. ശരിക്കും സോഡിയം പൊട്ടാസ്യം പമ്പ് എന്നുള്ളൊരു ഇതുണ്ട്. അതായത് നമ്മുടെ ഒരു സെല്ലിന് നമ്മുടെ അറൗണ്ട് 70 ട്രില്യൺ സെൽസ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. അപ്പോൾ അതിന് ഓരോ സെല്ലിലും നിലനിർത്തുന്നത്, അതിൻ്റെ ഇൻറ്റഗ്രിറ്റി നിലനിർത്തുന്നത് സോഡിയം പൊട്ടാസ്യം പമ്പാണ്. ഈ റെസ്റ്റിംഗ് സ്റ്റേജിൽ നമ്മുടെ സോഡിയം പൊട്ടാസ്യം പമ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഏകദേശം നമ്മളുടെ 40-70% ഓഫ് ദി എനർജി, നമ്മൾ ഉപയോഗിക്കുന്ന എനർജി ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അതായത് അത് സോഡിയം അങ്ങോട്ടും ഈ സെൽ, നമ്മളെ ഓരോ സെല്ലിനും മെമ്പറൈൻ ഉണ്ടല്ലോ, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഈ ബ്രെയിന് ഈ നെർവ് സെൽസ് ആക്ച്വലി ഈ സോഡിയം ഈ 70% യൂസ് ചെയ്യുന്നത് ബേസിക്കലി ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസിൽ ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. കാരണം റെസ്റ്റിംഗ് സ്റ്റേജിൽ ബാക്കിയുള്ളതൊന്നും അത്ര അധികം ആക്റ്റീവ് ആകുന്നില്ല, ബ്രെയിനും നെർവ്സും ആണ് ആക്റ്റീവ് ആകുന്നത്. അതിനാണ് ഈ 40-70% ഓഫ് നമ്മുടെ എനർജി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ നമ്മളുടെ ന്യൂറോൺസ് വർക്ക് ചെയ്യുമ്പം ഈ ഇതിൻ്റെ ഈ നമ്മുടെ ബ്രെയിനിൽ നിന്ന് നമ്മൾ ശ്വാസം എടുക്കാനും ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കാനും വയറിനകത്ത് ഡൈജഷൻ നടക്കാനും നമ്മുടെ ഈ സെൻസസിനെ എല്ലാം വർക്ക് ചെയ്യിപ്പിക്കാനും ഒക്കെ ഉള്ള നമ്മളുടെ ന്യൂറോൺസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ന്യൂറോണിൻ്റെ ആക്ടിവിറ്റിക്കകത്ത് ഇതിനകത്ത് നടക്കുന്ന ഈ സോഡിയം പൊട്ടാസ്യം പമ്പിൻ്റെയാണ്. അപ്പോൾ ഈ നമ്മതൊരു ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ നമ്മുടെ ന്യൂറോൺസിനകത്ത് നടക്കുന്നത് ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് വഴിയാണ്. അപ്പോൾ സോഡിയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് സോഡിയം പൊട്ടാസ്യമാണ്. നെക്സ്റ്റ് വരുന്നത് കാൽസ്യം മഗ്നീഷ്യമാണ്. അപ്പോൾ ഈ സോഡിയം പൊട്ടാസ്യം തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ, ഇപ്പം നമുക്കറിയാലോ, ഇപ്പോൾ പലരും കേൾക്കാറുണ്ട് സോഡിയം ഒത്തിരി താന്നു പോയി, തലകറങ്ങി വേണ്ടി ചെന്ന് കഴിയുമ്പോൾ സോഡിയം കുറഞ്ഞു പോയി എന്നുള്ളത്. അപ്പോൾ അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനായി മാറുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ക്ലിനിക്കലി സപ്പോർട്ട്, ഞാൻ ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എല്ലാവരുടെയും ഇലക്ട്രോലൈറ്റ്സും നോക്കാറുണ്ട്. അപ്പം ഒരു സിംറ്റം ഇല്ലാത്തവർക്ക് പോലും, അവർ ജനറലി അവർക്ക് ഡയബറ്റീസോ ക്ഷീണമോ ഹൈപ്പർ ടെൻഷനോ ഒക്കെ ആയിട്ട് വരുന്ന പല പേഷ്യൻസിന് സോഡിയം ലെവൽ വളരെ ലോ ആയിട്ട് കാണുന്നു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ഒത്തിരി ബി പിക്കൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ. അപ്പം പലരോടും പറയും ബി പി ഉള്ളൊരു സോഡിയം ഉപയോഗിക്കരുതെന്ന് പറയും. അതിൻ്റെ കൂടെ നമ്മൾ ഈ ബി പിക്കുള്ള മരുന്നുകൾ സോഡിയം പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം അവരുടെ ഈ മെക്കാനിസം തെറ്റി സോഡിയം പുറത്തേക്ക് പോയി അവരുടെ സോഡിയം കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സോഡിയം കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബി പി താന്നും പോകാൻ ചിലർക്ക് പൊങ്ങി നിൽക്കുന്നത് പോലെ വരാറുണ്ട്. അപ്പം ക്ഷീണം വരും. അപ്പോൾ സോഡിയം പൊട്ടാസ്യം പമ്പ്, അത് സോഡിയം നമ്മൾ ഫുഡിനകത്ത് വരുന്നത് അത് സോഡിയം പൊട്ടാസ്യം ഒന്നിച്ചാണ് പോകുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഫുഡിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സോഡിയം കൂടുതലും പൊട്ടാസ്യം കുറവാണ്. അപ്പം ഈ ഇംബാലൻസ് നമ്മൾ പ്രഷർ മാത്രമല്ല കൂട്ടുന്നത്, അതിനൊപ്പം നമ്മുടെ ടെൻഷനും കൂട്ടും, നമ്മുടെ മാനസിക നിലയിൽ തന്നെ വ്യത്യാസം വരും. ശരിക്കും ഉപ്പ് കൂടുതൽ കഴിച്ചാൽ, ദാറ്റ് ഈസ് ഇപ്പം ഈ ഇങ്ങനെ റയറായിട്ട് കേൾക്കുമല്ലോ, ഈ കടലിലൊക്കെ അകപ്പെട്ടു പോകുന്ന ആൾക്കാർക്ക് പിന്നെ വെള്ളം കുടിക്കാൻ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് കടൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് തന്നെ തെറ്റിപ്പോകുന്നു. അപ്പം ശരിക്കും ഈ സോഡിയത്തിൻ്റെ അളവ് കൂടുതൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് ശരിക്കും നമ്മുടെ മൈൻഡിനെ തന്നെ എഫക്റ്റ് ചെയ്യും എന്ന് പറയുന്നത് അത് എത്രമാത്രം ശരിയാണ്? അത് ആക്ച്വലി ഈ ഉപ്പ് കൂടുതൽ കഴിക്കുന്ന, നമ്മൾ ഈ ഫുഡ്സിലൊക്കെ ഉപ്പ് കൂടുതൽ വരുന്നുണ്ടല്ലോ, ഈ പ്രോസസ്ഡ് ഫുഡ്സിൽ, പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്തോരം ഉപ്പുണ്ട്. അപ്പം അങ്ങനത്തെ കൊണ്ട് വല്ല വ്യത്യാസം വരുമോ? ഡെഫിനറ്റ്ലി. കാരണം സോഡിയം നമ്മുടെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനസിക നില തെറ്റും. അതുകൊണ്ടാണ് ഈ കടലിലകപ്പെട്ട് പോകുന്നവരോട് പ്രത്യേകം പറയുന്നത് ഒരു കാരണവശാലും ഉപ്പുവെള്ളം കുടിക്കരുത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവരുടെ പ്രോട്ടോകോൾ, ഈ മറൈൻ ആൾക്കാരുടെ പ്രോട്ടോകോളിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. പക്ഷേ ജനറലി ഉപ്പിൻ്റെ അളവ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനസിക നില തെറ്റും. ഉപ്പ് ഒരു ടോക്സിനാണ്. ഈവൻ വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ അതും ടോക്സിനാണ്. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ടോക്സിനാണ്. അപ്പം നമ്മളുടെ നേച്ചറിൽ, അതായത് ഹ്യൂമൻ ജെനറ്റിക്സ് അനുസരിച്ച് നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപ്പൊരു വളരെ റെയർ ആയിട്ടുള്ള സാധനമാണ്. വളരെ പ്രഷ്യസ് ആയിട്ടുള്ള സാധനമായിരുന്നു. ഇപ്പോഴാണല്ലോ നമുക്ക് ഇത്ര ഉപ്പിൻ്റെ ഒക്കെ, ഒരു കാലത്ത്
ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പട്ടാളക്കാർക്ക് സാലറി കൊടുത്തിരുന്ന ഉപ്പായിട്ടായിരുന്നു എന്നാണ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത്ര വാല്യുബിൾ സാധനമായിരുന്നു. അത് സ്വർണം പോലെ വാല്യുബിൾ ആയിരുന്നു ഉപ്പ്. ഇപ്പൊ പിന്നെ ഉപ്പൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നമുക്കറിയാം, നമ്മൾ ഉപ്പ് സത്യാഗ്രഹം ചെയ്ത ഉപ്പിന്റെ പേരിൽ ലെവി ഇട്ടപ്പോൾ നമ്മൾ ഗാന്ധിജിയും ഇന്ത്യയിൽ തന്നെ ഉപ്പ് സത്യാഗ്രഹം ഒരു ഫേമസ് ഇതാണല്ലോ. സോ ഉപ്പ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളുടെ ജനറ്റിക്കലി അങ്ങനെയാണ് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ഉപ്പിനെ കൺസേർവ് ചെയ്യും. നമ്മുടെ കിഡ്നി ഉപ്പിനെ പുറത്തേക്ക് കളയാതെ അതിനെ കൺസേർവ് ചെയ്യും. അപ്പം നമുക്കൊരു 500 മില്ലിഗ്രാം ഉപ്പ് മതി. അതായത് 1 ഗ്രാം 500 മില്ലിഗ്രാം സോഡിയം, അതായത് ഏകദേശം 1 ഗ്രാം ഉപ്പിനകത്ത് 400 മില്ലിഗ്രാം സോഡിയം ഉണ്ട്. അപ്പം അത്രയും കൊണ്ട് ഹ്യൂമന് ജീവിക്കാം. പക്ഷെ പൊട്ടാസ്യം അങ്ങനെയല്ല. പൊട്ടാസ്യത്തിനെ നമ്മൾ കൺസേർവ് ചെയ്യാൻ നമുക്ക് ബോഡിക്ക് മാർഗ്ഗമില്ല, ഇതില്ല. അത് തന്നെ കിഡ്നി പുറത്തേക്ക് വിടും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സാധാരണ അവൈലബിൾ ഫുഡിൽ ഇഷ്ടംപോലെ പൊട്ടാസ്യം ഉണ്ട്. അപ്പം പൊട്ടാസ്യത്തിനെ സേവ് ചെയ്യാതെ അകത്തേക്ക് വെക്കാൻ നോക്കിയത് പൊട്ടാസ്യം പൊക്കോട്ടെ, സോഡിയത്തിനെ സെർവ് ചെയ്ത് വെക്കണമെന്നാണ്. ഇപ്പം നമ്മൾ കഴിക്കുന്ന എന്ത് വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും വിലക്കറികളിലും എല്ലാം ഇഷ്ടംപോലെ പൊട്ടാസ്യം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ അതേസമയത്ത് നമ്മുടെ ഫുഡിനകത്ത് ഒന്നും തന്നെ നാച്ചുറൽ ഫുഡിനകത്ത് ഒന്നും തന്നെ സോഡിയം അധികം ഇല്ല. അപ്പം അതുകൊണ്ടാണ് സോഡിയം ഇത്ര പ്രഷ്യസ് ആകുന്നത്. പക്ഷെ സോഡിയം ഇത് കൂടിപ്പോയാൽ അത് വലിയ പ്രശ്നമാണ്. ഇപ്പം നമ്മുടെ ഫുഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1:4 ആയിരിക്കണം സോഡിയം പൊട്ടാസ്യം റേഷ്യോ എന്നാണ് പറയുന്നത്, ഐഡിയൽ. അതായത് നമ്മൾ ഇവൻ ഒരു 1500 മില്ലിഗ്രാം സോഡിയം വരികയാണെങ്കിൽ 4500 മില്ലിഗ്രാം ആണ് നമ്മൾ പൊട്ടാസ്യം വരേണ്ടത്. പക്ഷെ ഇപ്പം നമ്മളുടെ ഫുഡിൽ എന്ത് പറ്റി, ഈ പ്രിസർവ്ഡ് ഫുഡും നമ്മൾ ഈ ഇങ്ങനെ പ്രോസസ്സിങ് വന്നതോടുകൂടി പൊട്ടാസ്യം കുറഞ്ഞു പോയി, സോഡിയം കൂടുകയും ചെയ്യുന്നു. എല്ലാത്തിലും ഉപ്പിടുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് നമ്മൾ പൊട്ടാസ്യം എല്ലാം നമ്മൾ പ്രോസസ്സ് ചെയ്യും. ഇവൻ നമ്മൾ ചോറുണ്ടാക്കുമ്പം അത് കഞ്ഞിക്കകത്ത് ആ കഞ്ഞിവെള്ളത്തിലായി പോകും പൊട്ടാസ്യം മുഴുവൻ. ചോറ് ആ പൊട്ടാസ്യം എല്ലാം മാറിയ സാധനം പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഉപ്പും കൂടെ ഇട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സോഡിയം പൊട്ടാസ്യം ബാലൻസ് തെറ്റുന്നതാണ് നമ്മുടെ ഇന്നത്തെ മാനസിക രോഗത്തിനും അതുപോലെ തന്നെ ഈ പ്രഷർ കൂടുന്നതും ഇതുകൊണ്ടാണ്. സോഡിയം കുറയ്ക്കുക മാത്രമല്ല, നമ്മൾ പൊട്ടാസ്യം കൂട്ടുകയും കൂടെ ചെയ്യണം. അതിന് വേണ്ട മാർഗങ്ങളും കൂടെ ചെയ്താലേ നമ്മൾ പ്രഷറിന് പരിഹാരമാകുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ ഈ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് കറക്റ്റ് ആകണമെങ്കിലും ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് 1:3 നിൽക്കണം. ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റെക്കമെൻഡേഷൻസ് ഒക്കെ വരുമ്പം അത് 1:4 വരെ വരുന്നുണ്ട്. അതായത് പൊട്ടാസ്യം 4 വരെ കൂടണം, അറ്റ്ലീസ്റ്റ് 1:3 നിർത്തണം. അതാണ് ഞാൻ ബേസിക്കലി നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നമ്മൾ അതാണ് ശ്രമിക്കുന്നത്. അറ്റ്ലീസ്റ്റ് 1:3 സോഡിയം പൊട്ടാസ്യം ബാലൻസ് വരുത്താനും അതുപോലെ ഒമേഗ 3-6 ബാലൻസ് ആണ് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോഡിയം പൊട്ടാഷ്യം പോലെ തന്നെ ഈ ഒമേഗ ബ്രെയിൻ എന്ന് പറയുന്നത് ഫാറ്റ് വെച്ചാണ് ഏകദേശം മുഴുവൻ ഉണ്ടാക്കിയേക്കുന്നത് എന്നുള്ളതാണല്ലോ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഈ ഒമേഗ 3-6 ബാലൻസ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് എത്രമാത്രമാണ് ഈ നമ്മുടെ ഈ മെൻ്റൽ അസുഖങ്ങളെ ബാധിക്കാൻ സാധ്യത? ഫാറ്റ് എന്ന് പറയുമ്പം നമ്മളെപ്പോഴും നമ്മളുടെ ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. നമ്മുടെ ഓരോ അവയവത്തിനെയും ചുറ്റി നമ്മുടെ ബോഡിയെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ സ്കിന്നിൻ്റെ തൊട്ടടിയിലാണ് ഒരു ഫാറ്റ് ലെയർ ഉള്ളത്. ഇതുപോലെ ഓരോ ഓർഗനെ ചുറ്റിയും ഫാറ്റ് ഉണ്ട്. ഈവൻ ഓരോ നെർവ്സിൻ്റെ കൂടെയും അതിൻ്റെ നെർവ്സും ആർട്ടറിയും വെയിനും ഒക്കെ ഒന്നിച്ചാണ് പോകുന്നത്. ഇതിനൊരു ചാനൽ പോലെയാണ്. അപ്പോൾ ആ ചാനലിനകത്തും ഈ ഫാറ്റ് വെച്ച് പൊതിഞ്ഞാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. പ്രൊട്ടക്ട് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. നമ്മുടെ ബ്രെയിനിൻ്റെ മെയിൻ കാര്യം ഫാറ്റ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ മസിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീൻ വെച്ചാണ്. പക്ഷെ നമ്മളെപ്പോഴും പ്രോട്ടീൻ ഇമ്പോർട്ടൻസ് പറയും, നല്ല പ്രോട്ടീനുള്ള ഫുഡ് കഴിക്കണം, നല്ല ഹെൽത്ത് എന്നുള്ള. പക്ഷെ ഫാറ്റിനെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല. ഫാറ്റിൽ തന്നെ 2 ടൈപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് വരുന്നത്. ഒന്ന് എസെൻഷ്യൽ ഫാറ്റും നോൺ എസെൻഷ്യൽ ഫാറ്റും. നോൺ എസെൻഷ്യൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ്, നമ്മുടെ തേങ്ങയിലൊക്കെ ഉള്ള ഫാറ്റ്, നമ്മൾ ഈ നട്ട്സിൽ നിന്നൊക്കെ മെയിൻലി കിട്ടുന്ന നോൺ എസെൻഷ്യൽ ഫാറ്റ്. അത് സാച്ചുറേറ്റഡ് ഫാറ്റും ഉണ്ട്, ഒമേഗ 9 ഉണ്ട്. അതിനെ നമ്മുടെ ബോഡിക്ക് മറ്റ് സാധനങ്ങളിൽ നിന്ന് ഉണ്ടാക്കാം. നമ്മൾ ചോറ് എന്ത് കഴിച്ചു കഴിഞ്ഞാൽ അതിനെ വേണേൽ മാറ്റി ഈ സാച്ചുറേറ്റഡ് ഫാറ്റും ഒമേഗ 9 ആവശ്യമുണ്ടെങ്കിൽ ഒമേഗ 9 ബോഡി ബിൽഡിങ്ങിന് അതും ഉപയോഗിക്കാം. ഒമേഗ 6 സാച്ചുറേറ്റഡ് ഫാറ്റ് എനർജിക്ക് വേണ്ടിയിട്ട് മാത്രമേ അത് വലിയ ബെനിഫിറ്റ് ഉള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ വേണ്ടത് ബോഡി ബിൽഡിങ്ങിന് വേണ്ട ഒമേഗ 3-6-9 ആണ്. അപ്പം നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കിയേക്കുന്നത് മെയിൻലി ഫാറ്റ് വെച്ചാണ്. അതിൽ തന്നെ ഏറ്റവും നമ്മുടെ ഫാറ്റ് ഒമേഗ 3 കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ബ്രെയിനിലാണ്. അതുപോലെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, ടെസ്റ്റിസ്, അഡ്രിനൽസ്, ഈവൻ ദ സ്കിന്നിൽ ഉണ്ടല്ലോ, നമ്മളുടെ ഈ സ്കിന്നിൻ്റെ റിസപ്റ്റേഴ്സ് ഉണ്ടല്ലോ, സെൻസറി റിസപ്റ്റേഴ്സ്, സ്കിന്നിൻ്റെ അടിയിൽ ആ ഏറ്റവും റിസപ്റ്റർ കൂടുതലായിട്ടുള്ള ഭാഗവും ഒമേഗ 3 വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒമേഗ 3 ആണ് നമ്മളുടെ പല കാര്യത്തിലും ഒത്തിരി കൺട്രോൾ വരുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഒമേഗ 6 ഈക്വലി ഇമ്പോർട്ടൻ്റാണ്. പക്ഷേ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡിൽ ഒമേഗ 6 വളരെ പ്ലെൻറ്റിയാണ് നേച്ചറിൽ, പക്ഷേ ഒമേഗ 3 വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഫുഡിൽ നമ്മൾ ഈ നട്ട്സും ഓയിൽ സീഡ്സും എല്ലാം കുക്കിംഗ് ഓയിലും എല്ലാം വെരി ഹൈ ഒമേഗ 6 ആണ്. അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, അത് ഇൻഫ്ലമേറ്ററിയാണ്. ഒമേഗ 3 ആണ് ഹീലിംഗ് ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി, അത് കുറവാണ്. അപ്പോൾ അതാണ് വേറൊരു മേജർ പ്രോബ്ലം ഫോർ നമ്മളുടെ ഇന്നത്തെ സൈക്കോളജിക്കൽ പ്രോബ്ലംസും എല്ലാ അസുഖങ്ങളും ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെല്ലാം
പ്രത്യേകിച്ച് മാനസിക രോഗങ്ങളുടെ ഒരു മേജർ കാരണം അതാണ്. ബേക്കറി ഐറ്റംസിൽ ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്സിൻ്റെ അളവ് കൂടുതലാണ്. അതേസമയം ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്സ് ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ഡാമേജ് ചെയ്യും എന്ന്. അപ്പോൾ ഈ ശരിക്കും ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്സ് ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ഡാമേജ് ചെയ്യുകയാണെങ്കിൽ അതിന് ശരിക്കും നമുക്ക് ഈ ബ്രെയിനിൻ്റെ ഫങ്ഷനോ മാനസികാരോഗ്യത്തെയോ എന്തെങ്കിലും രീതിയിൽ ബാധിക്കാൻ ചാൻസ് ഉണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ ഇങ്ങനത്തെ കാര്യങ്ങളാണല്ലോ കൂടുതൽ കഴിക്കുന്നത്. ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്ന ബ്ലഡ് നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന അതൊരു വേറൊരു മെക്കാനിസമാണ് വരുന്നത്. ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ മാത്രമല്ല, മൊത്തം എല്ലാ നമ്മളുടെ ഓരോ സെല്ലിനെയും നമ്മൾ കവർ ചെയ്ത് ബ്രെയിനിനെ സെല്ല് മൊത്തം ഉണ്ടാക്കിയിരിക്കുന്ന ഫാറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സെല്ലുകളെയും ഇങ്ങനെ നമ്മുടെ മസിൽസിലെ സെല്ലുകളെയും കവർ ചെയ്തിരിക്കുന്നത് ഒരു ഫാറ്റി ബൈലെയർ എന്ന് പറയും. അതാണ് നമ്മളുടെ ബൗണ്ടറി ആയിട്ട് നമ്മളുടെ ഭിത്തിയായിട്ട് നിൽക്കുന്നത്. അപ്പൊ ന്യൂറോൺസിലാണെങ്കിലും അത് തന്നെയാണ്. പിന്നെ ഓരോ സെല്ലിനകത്തും ഉണ്ടല്ലോ ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, റൈബോസോംസ്, അങ്ങനെ എല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ കവറിംഗും വന്നിരിക്കുന്നത് ഈ ലൈപ്പിഡ് ബൈലെയറാണ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫാറ്റ് എന്ന് പറയുന്നത് omega-3 ആണ്. നെക്സ്റ്റ് omega-9, നെക്സ്റ്റ് ഫസ്റ്റ് omega-3, നെക്സ്റ്റ് omega-6, നെക്സ്റ്റ് omega-9. ഈ മൂന്നിനെയാണ് ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള. അപ്പൊ ഇതാണ് ഈ സെൽ മെംബ്രെയിനിന്റെ ചുറ്റും നിൽക്കുന്നതെങ്കിൽ ഈ നമ്മളുടെ വേസ്റ്റിന് അങ്ങോട്ട് പോകാനും അതായത് ന്യൂട്രീഷൻ അകത്തേക്ക് കയറാനും വേസ്റ്റിന് പുറത്തേക്ക് ഇറങ്ങാനും ഒക്കെ എളുപ്പമാവും. അപ്പം ഈ omega-3, 6, 9 വെച്ചിട്ട് വേണം നമ്മളുടെ ഓരോ സെല്ലിനെയും ഉണ്ടാക്കാനായിട്ട്. പക്ഷെ നമുക്ക് എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ ഫുഡിനകത്ത് omega-3, 6, 9 ഇല്ല, കുറവാ. ഉള്ളതെന്താ? സാച്ചുറേറ്റഡ് ഫാറ്റ്. അത് തന്നെ എന്താ? ഹൈഡ്രജനേറ്റഡ് ഫാറ്റാണ്. സാച്ചുറേറ്റഡ് ഫാറ്റിൽ തന്നെ ഇപ്പം നമ്മൾ കോക്കനട്ട് ഓയിലൊക്കെ ഉള്ളത് പോലത്തെ ടൈപ്പ് അല്ല ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത്. ലോങ് ചെയിൻ, അതിന് വളരെ സ്റ്റിഫാണ്. ആ സാധനം തന്നെ സ്റ്റിഫാണ്. അപ്പൊ ഇത് വേറൊന്നും കിട്ടിയില്ലെങ്കിൽ ബോഡി എന്ത് ചെയ്യും? ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് വെച്ചിട്ട് തന്നെ സെൽ ഉണ്ടാക്കാൻ നോക്കും. അപ്പൊ അതിന്റെ ലൈഫില്ല. അപ്പൊ അതിന്റെ ലൈഫ് എക്സ്പെക്ടൻസി കുറഞ്ഞു പോകും. നമ്മുടെ ബോഡി എന്ത് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നു എന്നനുസരിച്ചിരിക്കും നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി. എന്ന് പറഞ്ഞാൽ ഈ സെല്ലിന്റെ ലൈഫ് എക്സ്പെക്ടൻസിയും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ സ്റ്റിഫ് ഒമേഗ സാച്ചുറേറ്റഡ് ഫാറ്റോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഹൈഡ്രജനേറ്റഡ് ഫാറ്റും ഒക്കെ വെച്ചാണെങ്കിൽ ഇത് ഉണ്ടാക്കുന്നത് നമ്മളുടെ ലൈഫിന്റെ സെല്ലിന്റെ ലൈഫ് എക്സ്പെക്ടൻസി കുറയും. നാച്ചുറലി സെല്ലിന്റെ ലൈഫ് എക്സ്പെക്ടൻസി കുറയുമ്പോൾ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസിയും കുറയും. അതിന് മുമ്പേ തന്നെ അസുഖങ്ങൾ വരും. ലൈഫ് എക്സ്പെക്ടൻസി കുറയുന്നത് എങ്ങനെ? അസുഖം വന്നിട്ടാണല്ലോ നമ്മളുടെ ഓരോരോ അവയവങ്ങൾ കേടായി ആണല്ലോ നമ്മൾ രോഗത്തിലേക്ക് പോകുന്നത്. ഫാറ്റ്സ് തന്നെ പല രീതിയിലാണ് നമ്മളുടെ സെൽസിനെ ബാധിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് കഴിച്ചാൽ മാത്രമാണ് സെൽസ് ഹെൽത്തി ആവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രാൻസ് ഫാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി അല്ലാത്ത ഒരു ഫാറ്റാണ്. അപ്പം ശരിക്കും അത് കഴിക്കുന്നത് മറ്റേ ഈ പറഞ്ഞ പോലെ ഒരു കൺവീനിയൻസ് പ്രശ്നമൊന്നുമല്ലാതെ ആരോഗ്യത്തിന് ഹാനികരമാണ്. നമ്മുടെ ബേക്കിങ്ങിനൊക്കെ ഈ അതാണ് ഇത്രയും ഈ ഫാറ്റിന്റെ ഉപയോഗം അങ്ങനെയാണ്. നമ്മൾ ട്രാൻസ് ഫാറ്റോ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റോ കണ്ടില്ലല്ലോ. അപ്പൊ ഒരു ആർട്ടിഫിഷ്യൽ ഗീയുടെ ഒരു ഇതിലേക്ക് വന്നു. കണ്ടാ ഗീ പോലെ ഇരിക്കുന്നു. നമ്മൾ ബിരിയാണിക്കൊക്കെ നമ്മുടെ ഡാൽഡ പോലെയുള്ള സാധനങ്ങളാണ് ഇടുന്നത്. അതുപോലെ തന്നെ ഈ ബേക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഇപ്പോൾ സാധാരണ ഓയിലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്രയും ചൂട് താങ്ങാൻ പറ്റില്ല. ഇതിന് എത്ര ചൂട് വേണേലും താങ്ങാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ഈ ബേക്കിങ്ങിലേക്ക് ഇത് കയറി വരുന്നത്. അപ്പൊ ഇപ്പോഴാണേലും ബേക്കിങ്ങിന് ഉപയോഗിക്കുന്ന എല്ലാം ഇതാണ്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടറോ ഗീയോ ഇട്ട് നമുക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്യാം. പക്ഷെ ഇപ്പൊ നമ്മൾ ഇത്രയും ചീപ്പായിട്ട് ഇടുന്ന അങ്ങനെ ഗീ ഒക്കെ ഇട്ട് നമുക്ക് ഒരു സാധനം ഉണ്ടാക്കി ഇത്ര എക്കണോമിക്കായിട്ട് വിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഫുഡിനകത്ത് കയറി വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ്, ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് കയറി വരുന്നു. അതാണ് നമ്മൾ പിള്ളേർക്ക് മുതൽ നമ്മൾ കാഡ്ബറി മുതൽ ഈവൻ ഉള്ള ചോക്ലേറ്റ്, നമ്മൾ ഈ സ്വീറ്റ്സ്, ഇതിലെല്ലാം ഏറ്റവും കൂടുതൽ പേസ്ട്രി, ഇതിലെല്ലാം സാച്ചുറേറ്റഡ് ഫാറ്റാണ്. നമ്മൾ ഒന്ന് വായിച്ച് നോക്കണം. എല്ലാവരും ഓരോ ഫുഡ് കഴിക്കുമ്പോൾ അതിനകത്ത് ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ചിലപ്പോൾ വെജിറ്റബിൾ ഓയിലിനെ ഇട്ടിട്ടുണ്ടാവുള്ളൂ. ഇപ്പം ഈ സാച്ചുറേറ്റഡ് ഫാറ്റിനും ഇപ്പം നമ്മൾ വെജിറ്റബിൾ ഓയിലിനെ ഇടുകയുള്ളൂ. അപ്പം അതാണ് ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്. സോറി, ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്. ഹൈഡ്രജനേറ്റഡ് ഫാറ്റിനെയും നമ്മൾ വെജിറ്റബിൾ ഓയിൽ നിന്നായിരിക്കും ഈ ലിസ്റ്റിനകത്ത് എഴുതി വരിക. വെജിറ്റബിൾ ഓയിലിൽ ജനറലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഏത് ഓയിലാണെന്ന് മെൻഷൻ ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഓയിലാണെന്ന് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യാനുള്ള ഒരു റൂൾ വരേണ്ടതാണ്. അത് വന്നിട്ടില്ല. കാരണം നമുക്ക് ഫുഡ് സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയാണല്ലോ. ഇത് ഏത് ഓയിലാണെന്നനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി എൻറ്റയർലി ഡിഫറെൻ്റ് ആവുകയാണ്. അത് നമ്മളുടെ ബോഡിയെ എങ്ങനെ ബാധിക്കും എന്നുള്ളത്. ഇപ്പോൾ സൺഫ്ലവർ ഓയിലിൽ കുക്ക് ചെയ്യുന്നതും കോക്കനട്ട് ഓയിലിൽ കുക്ക് ചെയ്യുന്നതും നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റാണ്. കാരണം സൺഫ്ലവർ ഓയിൽ ഹൈ ഇൻ omega-6 ആണ്. വെരി ഹൈ omega-6 കൂടുന്നതനുസരിച്ച് നമ്മുടെ ഇൻഫ്ലമേഷൻ കൂടും. അപ്പം നമ്മൾ പ്രഷർ കൂടാനും അങ്ങനത്തെയൊക്കെ ഇൻഫ്ലമേറ്ററി ആണല്ലോ. സൈക്കാട്രിക് ഡിസോർഡേഴ്സ്, പ്രഷർ, ഇതൊക്കെ കൂടാനുള്ള സാധ്യത വരികയാണ്. അപ്പം അതേ സമയത്ത് വേറൊരു മിക്കവാറും എല്ലാ ഓയിലിലും omega-6 വെരി ഹൈ ആണ്.
അപ്പൊ അതൊരു പ്രോബ്ലമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഓയിലിന്റെ അളവ് കുറച്ചില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് ഒമേഗ 3, 6 ബാലൻസ് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആകെ കോക്കനട്ട് ഓയിലിൽ പിന്നെ ഈ ഒമേഗ 3യും 6ഉം ഇല്ലാതെ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. അപ്പൊ അത് കോക്കനട്ട് ഓയിൽ ഡെഫിനറ്റ്ലി മച്ച് ബെറ്റർ ദാൻ നമ്മുടെ ഈ ഡാൽഡ പോലെയുള്ള ഹൈഡ്രജനേറ്റഡ് ഫാറ്റിനേക്കാളും മച്ച് ബെറ്റർ ആണ്. അത് ഹെൽത്തി ആണ് ഫോർ ദി എനർജി പർപ്പസ്. പക്ഷെ ബോഡി ബിൽഡിങ്ങിന് അത് അത്ര ബെനിഫിഷ്യൽ അല്ല. ഇപ്പം കോമൺ ആയിട്ട് കേൾക്കുന്നതാണ് കാൽഷ്യം അല്ലെങ്കിൽ മഗ്നീഷ്യത്തിന്റെ കുറവ്. അപ്പൊ അത് കറക്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഈ കാൽഷ്യവും മഗ്നീഷ്യം ഇതുപോലെ തന്നെ മാനസിക ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു. കാൽസ്യം നമ്മളിപ്പം ഈ ഏറ്റവും എക്സ്ട്രീം കേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പ്രഗ്നൻസിയിലൊക്കെ ഉണ്ട് ഈ കൺവൽഷൻ വരുന്നത്. ഒരു ഈ എപ്പിലെപ്സി ഇങ്ങനെ ഫിറ്റ്സ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രെയിനിന്റെ ഫങ്ഷനിങ്ങിന്റെ ഒരു എക്സ്ട്രീം സ്റ്റേജ് വരുമ്പോഴാണ്. അപ്പൊ അതിന് ലാസ്റ്റ് റിസോർട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് മഗ്നീഷ്യം ഇഞ്ചക്ഷനാണ്. മറ്റുള്ള ഒരു ഇതും പറ്റില്ലെങ്കിൽ നമ്മൾ മഗ്നീഷ്യം ഇഞ്ചക്ഷനാണ്. മഗ്നീഷ്യം നമ്മുടെ നെർവ്സിനെ ക്വയറ്റൻ ചെയ്യും. അപ്പം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല മരുന്നുകളും ബിപിക്കൊക്കെ മരുന്ന് കഴിക്കുന്നവർക്ക് മരുന്ന് കഴിക്കുന്നവർക്ക് അതിന്റെ ആക്ഷൻ അറിയില്ലായിരിക്കും. പക്ഷെ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് എന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മരുന്നുണ്ട്. അപ്പൊ ശരിക്കും നമ്മൾ ഈ ഇതിനകത്ത് ഈ കാൽസ്യം ചാനലുകൾ കാൽസ്യം കാൽസ്യമാണ് നമ്മുടെ മസിലിനെ ആക്ട് ചെയ്യിപ്പിക്കുന്നത്. നമ്മളുടെ രക്തക്കുഴലുകളുടെ മസിലിനെയും അല്ലാത്ത മസിലിനെയൊക്കെ. അപ്പം ഈ ഇതിന്റെ കൺട്രാക്ഷന് വേണ്ടിയിട്ട് പോകുന്ന ഇതാണ് കാൽസ്യം വരുന്നത്. മഗ്നീഷ്യത്തിന്റെ ഇഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെർവ്സിന് ഒരു കൂളിംഗ് ഇഫക്റ്റ് കിട്ടും. അപ്പം മഗ്നീഷ്യം ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും. അതേസമയത്ത് മഗ്നീഷ്യത്തിന്റെ അളവ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷനുകൾക്കൊക്കെ ഒരു ആശ്വാസമാണ്. അപ്പൊ പലപ്പോഴും കാണാറുണ്ട് ഇപ്പോൾ ഒത്തിരി ഈ പല രീതിയിലുള്ള ഡോക്ടേഴ്സും മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് അങ്ങനെ കൊടുത്ത് കാണാറില്ല. അല്ലാതെ ഈ നാച്ചുറോപ്പതി അങ്ങനത്തെയൊക്കെ ഉള്ള ട്രീറ്റ്മെന്റിൽ പലരും ഇത് സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്ന കാണാറുണ്ട് മഗ്നീഷ്യത്തിന്റെ. പക്ഷെ നമുക്ക് ഡെഫിനറ്റ്ലി അതിനോട് വേറെ കുഴപ്പമില്ല. പക്ഷെ മഗ്നീഷ്യം നമ്മളുടെ വളരെ ഇതായിട്ടുള്ള ഇതാണ്. എല്ലാ പച്ച നിറമുള്ള, അതായത് ഈ നമ്മുടെ ക്ലോറോഫിൽ ഉണ്ടല്ലോ, അതിന് നമ്മളുടെ ബ്ലഡിന് കളർ കൊടുക്കുന്ന, റെഡ് കളർ കൊടുക്കുന്ന ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പോലെ ഈ പച്ചിലകൾക്ക് പച്ച നിറം കൊടുക്കുന്നത് ക്ലോറോഫിലാണ്. ഈ ക്ലോറോഫിൽ ഉണ്ടാക്കാനായിട്ട് മഗ്നീഷ്യം വേണം. അപ്പൊ ഏറ്റവും ബെസ്റ്റ് സോഴ്സ് നമ്മൾ പച്ച നിറമുള്ള പ്രത്യേകിച്ച് ക്ലോറോഫിൽ ഇലക്കറികൾ കഴിക്കാന്നാണ്. പക്ഷെ നമുക്ക് പ്രോബ്ലം ഇപ്പൊ നമ്മൾ പേഷ്യൻസിനോടാണെങ്കിലും പറയുന്നത് ഡോക്ടറെ ഇലക്കറി ഒന്നും കിട്ടുന്നില്ല, ഇലക്കറി മേടിക്കാനില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് മാനസിക പ്രോബ്ലം ഉള്ളവരും അല്ലാത്ത എല്ലാവരും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും വളർത്തിയില്ലെങ്കിലും കുറച്ച് ലീഫി വെജിറ്റബിൾസ് വീട്ടിൽ തന്നെ വളർത്താൻ നോക്കുക. കാരണം അതിൽ ഏറ്റവും കൂടുതൽ വിഷം അടിക്കുന്നതും ഇത് വരുമല്ലോ. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അതും ഉണ്ടാവും. ഇപ്പൊ പറയുന്നത് എല്ലാ സാധനവും ഇങ്ങനെ വാടിപ്പോവാതിരിക്കാൻ പോലും എന്തോ കെമിക്കലി മുക്കുന്നുണ്ടെന്നാണ്. അപ്പം അതൊരു വലിയൊരു റിസ്ക് തന്നെയാണ്. പക്ഷേ ഇലക്കറി ആവശ്യമാണ്. അതുകൊണ്ട് വേറെ ഒരു പൂച്ചെടി പോലും നട്ടില്ലേലും നമ്മളെല്ലാവരും ഫ്ലവറിംഗ് പ്ലാന്റും വലിയ ഗാർഡനും ഒക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ഒരു ഇലക്കറിക്ക് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും രീതിയിൽ നമ്മളത് പ്ലാന്റ് ചെയ്യുക, അത് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് തിങ്. പല അഡിക്ഷനും ഇപ്പം ആൽക്കഹോൾ ആണെങ്കിലും ഡ്രഗ്സ് ആണെങ്കിലും ഇപ്പം ചില ആർട്ടിഫിഷ്യൽ കെമിക്കൽസ് ആണെങ്കിലും എല്ലാം ഇങ്ങനെ അഡിക്ഷൻ ആയിട്ട് വരുന്ന ഈ സമയത്ത്, അത് വളരെ കൂടുതൽ ആയിട്ട് വരുന്ന സമയത്ത് ഇതൊക്കെ ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നീങ്ങാനായിട്ടുള്ള കാരണം ഈ മെന്റൽ എന്തെങ്കിലും സ്ട്രെസ്സോ അല്ലെങ്കിൽ ഡിപ്രഷനോ അല്ലെങ്കിൽ ആങ്സൈറ്റിയോ അതാണോ, അല്ലെങ്കിൽ ഇത് കാരണമാണോ ഈ സ്ട്രെസ്സും ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ പിന്നെ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത്? എന്താണ് ശരിക്കും ഇതിന്റെ കാര്യത്തിൽ എന്ത് ടൈപ്പ് ഓഫ് ആൾക്കാർക്കാണ് ഇതിലേക്ക് കൂടുതലൊരു ആകർഷണം ഉണ്ടാവുക? നമുക്കിപ്പം ഈ കുട്ടികളുടെയൊക്കെ കാര്യത്തിൽ സ്ട്രെസ് വരുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പ്രഷർ കൊടുത്തു ഇപ്പം നമ്മൾ എപ്പോഴും കാണാറുണ്ട് ഒരു 12-14 വയസ്സ്, ഒരു 10ാം ക്ലാസ്സിന്റെ പരീക്ഷയുടെയൊക്കെ സമയമാകുമ്പോഴേക്കാണ് 12 കഴിഞ്ഞ് അതൊരു ടീനേജ് ഗ്രോത്തും പിന്നെ ഈ എക്സാം സ്ട്രെസ്സും കൂടെ വരുമ്പോഴാണ് പലരും ഈ ഇങ്ങനത്തെ ഡ്രഗ്സിലേക്കൊക്കെ പോകാനുള്ളൊരു ടെൻഡൻസി വരുന്നത്. അപ്പം നമുക്ക് സ്ട്രെസ് കൂടും. ഈവൻ സ്മോക്കിംഗ്, പലരും പറയും ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്മോക്കിംഗ് ചെയ്യും. അതുപോലെ തന്നെ ടെൻഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ആദ്യം തുടങ്ങുന്നത് പരീക്ഷയ്ക്കൊക്കെ ഉറങ്ങാതിരുന്ന് പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. പലരും ഈ ഇതൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഇത് വരും. പക്ഷെ പിന്നെ അത് കിട്ടാതാവുമ്പോൾ ടെൻഷൻ വരും. അത് നിക്കോട്ടിൻ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ ചിലർ പറയും എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, എനിക്ക് ടെൻഷൻ ആയതുകൊണ്ടാണ് ഞാൻ ആൽക്കഹോൾ എടുക്കുന്നതെന്നും പറയും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മാനസിക നിലയിലെ ഒരു പ്രോബ്ലം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഇങ്ങനത്തെ സൈക്കോഡെലിക് സാധനങ്ങളിലേക്ക് പോകുന്നത്. അത് ലീഗലായിട്ടുള്ളത് ആൽക്കഹോളൊക്കെ ലീഗലാ. സ്മോക്കിങ്ങും സിഗരറ്റും ഒക്കെ നിക്കോട്ടിനും ഒക്കെ ഇപ്പം ലീഗലായിട്ട് കിട്ടും. ഇല്ലീഗലായിട്ടുള്ള ഗഞ്ചാവും അല്ലെങ്കിൽ കന്നാബിസ് പോലെയുള്ള ഉൽപ്പന്നങ്ങളും മറ്റുള്ളതൊക്കെ വേറൊരു രീതിയിലാണ്. അപ്പം ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടിയുള്ള പോക്കാണ് വരുന്നത്.
പക്ഷേ ഇത് ഉപയോഗിച്ച് കഴിയുന്നവര് ഇപ്പം അതിന്റെ പല സ്റ്റഡീസും ഉണ്ട്. അപ്പം ഓരോന്നിനും ഓരോ ലെവൽ ഓഫ് ഇപ്പം വൺസ് അതിന്റെ പേരിൽ അതായത് ഡ്രഗിന്റെ പേരിലോ അത് കഴിച്ചപ്പോഴോ അല്ലെങ്കിൽ അത് വിത്ഡ്രോ ചെയ്യുമ്പോഴോ വരുന്ന സൈക്കോസിസ് വരുമല്ലോ. ഇപ്പം ആൽക്കഹോൾ എടുത്തിരിക്കുന്ന ആൽക്കഹോൾ ഇൻടോക്സിക്കേറ്റഡ് സ്റ്റേജിലും സൈക്കോസിസ് വരും. അതുപോലെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി അത് നിർത്തി കഴിയുമ്പോഴും സൈക്കോസിസ് വരും. അപ്പം ഇങ്ങനെയുള്ള ഓരോ മെഡിസിനെ കുറിച്ചും ഇത്ര പെർസെൻറ്റേജ് അവർ സ്കിസോഫ്രീനിയയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, ഇത്ര പെർസെൻറ്റേജ് അല്ലാത്ത സൈക്കോസിസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിനൊക്കെ ഒരു കണക്കുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 36% അതിൽ ഏറ്റവും കൂടുതൽ ഈ സൈക്കാട്രിക് സ്കിസോഫ്രീനിയയിലേക്കൊക്കെ പോകാൻ പറയുന്നത് കന്നാബിസ് ഓറിയന്റഡ് സാധനങ്ങളാണ്. ഈക്വലി LSD, MDMA എല്ലാത്തിനും ഉണ്ട്. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ സൈക്കോസിസ് ആ സമയത്തെന്ന് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ലോങ് ടൈം സൈക്കാട്രിക് പ്രോബ്ലംസിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി എത്ര പെർസെൻറ്റേജ് ആണെന്നൊക്കെ ഇപ്പം നമ്മൾ സ്റ്റഡീസിൽ കാണിക്കുന്നുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരും ഈ ആൽക്കഹോളിലേക്ക് കൂടുതൽ പോകുമ്പോൾ അത് കൂടുതൽ ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് അല്ലാതെ തന്നെ വേറെ ക്രോണിക് അസുഖങ്ങളും അതും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ഈ ആൽക്കഹോളിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വരാൻ തോന്നുന്നത്? എന്താ ചെയ്യുക അങ്ങനെ വരുമ്പോൾ? എല്ലാവരും ആർക്ക് ഏത് ഏജിൽ ഇങ്ങനെ സൈക്കോഡെലിക് സാധനങ്ങൾ, അതായത് ഫ്രം ദ ആൽക്കഹോൾ ടു എനിത്തിങ്, ഇതെല്ലാം നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്നത്. എല്ലാവരും കരുതും കുടിച്ചു കുടിച്ച് കരള് പോയെന്ന് മാത്രമേ ആൾക്കാർ പറയാറുള്ളൂ. പക്ഷെ അത് ബ്രെയിനാണ് ചുരുങ്ങുന്നത്. നമ്മുടെ ശരിക്കും ഇതിന്റെ ഏറ്റവും ഇമ്പാക്റ്റ് കുടിയന്മാർക്ക് പോലും ആൽക്കഹോൾ വരുന്നത് ബ്രെയിനിനാണ്. ബ്രെയിൻ ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ലിവർ ചുരുങ്ങുന്നതിന് മുമ്പേ തന്നെ ബ്രെയിനിനെ അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് പല പ്രോബ്ലംസ് ഉണ്ടാകും. അവർക്ക് ഈ നമ്മള് ആൽക്കഹോൾ കഴിച്ചു കഴിയുമ്പോഴാണല്ലോ പലരും പല തെറ്റായ ഡിസിഷനുകൾ എടുക്കുന്നത്. പല ഫൈനാൻഷ്യൽ അതുകൊണ്ടാണല്ലോ പലപ്പോഴും എല്ലാവരെയും കുടിപ്പിക്കുന്നത്. നമ്മൾ ഈ പല പാർട്ടികളിലും ഒക്കെ അല്ലെങ്കിൽ ഈ ബിസിനസ് മീറ്റിങ്ങിനും എല്ലാവരും ഇത് സെർവ് ചെയ്യുന്നത്. അതിൽ പലപ്പോഴും ഏറ്റവും കൂടിയ ബിസിനസ്സുകാരൻ ഇതൊന്നും തൊടൂല. അവരെല്ലാവർക്കും മേടിച്ചു കൊടുക്കും. പക്ഷെ അവര് തൊടില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവരവരുടെ ബ്രെയിൻ ഫംഗ്ഷൻ അത്ര ഇതാക്കി വെക്കുന്നവർക്ക് മാത്രമേ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആകാനും പറ്റുള്ളല്ലോ. അപ്പം മറ്റുള്ളവരെന്ത് എഴുതും, കിട്ടുന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലെന്ന് കരുതി എടുത്ത് കഴിക്കും. അപ്പൊ അവർക്ക് ആ ഡിസിഷൻ മേക്കിങ്ങിൽ അവർ തെറ്റിപ്പോകും. അപ്പൊ ഈ കുടിയന്മാര് ബിസിനസ്സിലൊക്കെ പരാജയപ്പെടുന്നതിന് കാരണം അവരുടെ ആ കുടിച്ച് കാശ് പോകുന്നതല്ല, കുടിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതല്ല. പക്ഷെ അവര് തെറ്റായ ഡിസിഷൻസ് എടുക്കും. അതൊരു കാര്യം. പിന്നെ രണ്ടാമത് അവരുടെ ഹെൽത്ത് പോകും. ബാക്കിയുള്ള എല്ലാ ലിവറിനെ മാത്രമല്ല എല്ലാ അവയവങ്ങളെയും ഈ ആൽക്കഹോൾ മാത്രമല്ല ഏത് നിക്കോട്ടിൻ ആയാലും കന്നാബിസ് ആയാലും കന്നാബിസിന്റെ അത്രയും അതിന് ഇങ്ങനെ ഓർഗൻ ഡാമേജ് അത്രയും വരുത്തുന്നതായിട്ട് പറയുന്നില്ല. മറ്റേത് നമുക്കറിയാലോ. പിന്നെ MDMA LSD ഒക്കെ പോലെയുള്ളത് MDMA ഒക്കെ റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും അവരുടെ ഭാഷയിൽ തന്നെ ഒരു ബ്രെയിനിന് ഹോൾ വീഴുന്നു. അത്ര സെല്ല് ഡാമേജ് ആണ് വരുന്നത്. കാരണം അത് ഭയങ്കര സ്റ്റിമുലന്റ് ആണല്ലോ. അപ്പൊ സ്റ്റിമുലന്റ് ആയി അങ്ങനെ കണ്ടിന്യൂസ് ഒരു വർക്കൊക്കെ ചെയ്ത് അതിനെ പറയുന്ന എക്ടസി ആ രീതിയിലൊക്കെയല്ലേ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഓവറായിട്ട് ബ്രെയിൻ സ്റ്റിമുലേറ്റ് വന്നിട്ട് ഇപ്പൊ നമുക്കറിയാം ഈ നമ്മൾ ജിമ്മിലൊക്കെ പോയി ഓവർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസിൽ ഡാമേജ് ആണ് വരുന്നത്. എന്നിട്ടാണ് അത് റിപ്പയർ വരുന്നത്. അപ്പം ഡെയിലി മസിൽ ബിൽഡിങ്ങിന് വേണ്ടി ഡെയിലി വർക്കൗട്ട് ചെയ്യരുത്, ഒന്നിടവിട്ടുള്ള ദിവസം ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ മസിലിന് മസിൽ കയറുകയില്ല എന്നൊക്കെ നമുക്ക് ഈ ജിമ്മിലൊക്കെ പോകുന്നവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഇതുപോലെ തന്നെ ഈ എക്ടസി ഒക്കെ പോലെയുള്ളത് അത് ബ്രെയിനിനെ അങ്ങ് ഓവർ ആക്ടിവേറ്റ് ചെയ്യും. അവരിങ്ങനെ ഫുള്ളി ഡാൻസും ഇതും എല്ലാം കഴിഞ്ഞ് അപ്പൊ അതോടുകൂടി പല നെർവ് സെൽസ് ഡാമേജ്ഡ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആ നെർവ് സെല്ലുകൾ മാത്രമല്ല അതിന്റെ ഇമ്പാക്റ്റ് ഒക്കെ എടുക്കാൻ നോക്കും. ഈ ഗ്ലയൽ സെൽസ് എന്ന് പറയും, നെർവിനെ ചുറ്റി പ്രൊട്ടക്റ്റീവ് സെൽസ് ഉണ്ട്, ഗ്ലയൽ സെൽസ്, അതിന്റെ ലിംഫാറ്റിക് സെൽസ് ആണത്. അപ്പൊ അതതിന്റെ ഇമ്പാക്റ്റ് എടുക്കുക. അപ്പൊ നമുക്ക് കുറച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഒക്കെ വരുമ്പം ഇത്രയും വരികയല്ല. ഇത് കണ്ടിന്യൂസ് അടിച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവരുടെ ഡ്രാസ്റ്റിക് ബ്രെയിൻ ഡാമേജ് വരും. അവരുടെ ഇന്റലക്ച്വലും കോഗ്നിറ്റീവ് പവറും എല്ലാം കുറഞ്ഞു പോകും. ഇങ്ങനത്തെ ഈ അഡിക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ബ്രെയിനിനെ ചുരുക്കിക്കളയും, ബ്രെയിനിനെ ഡാമേജ് ചെയ്യും. ഈവൻ ആൽക്കഹോൾ ആണെങ്കിലും ബ്രെയിനിനെ ചുരുക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന എന്ത് കാര്യമാണെങ്കിലും മൈൻഡിലിരിക്കണം, അത് നമ്മുടെ ബ്രെയിനിനെയാണ് ചെറുതാക്കി കളയുന്നത് അല്ലേ? അപ്പം അങ്ങനെയാണ് ഈ മെൻ്റൽ ഇഷ്യൂസും എല്ലാം ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത. ശരിക്കും ഈ മെൻ്റൽ ഇഷ്യൂസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളുടെ ഈ യൂട്യൂബ് ചാനൽസ് തന്നെ പലപ്പോഴും നോക്കിയാൽ ഇതിൽ ഇത്രയും മാത്രം മെൻ്റൽ അസുഖമുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് ചിന്തിച്ചു പോകും. എന്താ കാര്യം വെച്ചാൽ പലപ്പോഴും പല ചാനൽസിൽ നമ്മൾ കാണുന്ന കമൻസ് ശരിക്കും ഇങ്ങനെയുള്ള എന്തെങ്കിലും അസുഖത്തിൻ്റെ ഒരു
ഒരു വിഭാഗത്തിൽപ്പെട്ടവരുടെ ആയിരിക്കണം എന്ന് വരെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. എന്താണ് ശരിക്കും ഇങ്ങനെ ഈ ആൾക്കാര് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഇല്ലേ, അത് എത്രമാത്രം ഒരാളുടെ മെന്റൽ സ്റ്റാറ്റസിനെ റിഫ്ലക്റ്റ് ചെയ്യും? നമ്മളൊരാളോട് സാധാരണ നിലയിൽ ഒരാളെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ അവരോട് വർത്താനം പറയേണ്ടി വരും. അല്ലേ? ഇപ്പം നമുക്ക് അങ്ങനെയാണല്ലോ നമ്മൾ ഒരാളെ അസസ് ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരാളിരുന്ന് പോസ്റ്റ് കാണുമ്പോൾ തന്നെ അവരുടെ മെന്റൽ സ്റ്റാറ്റസ് നമുക്കറിയാൻ പറ്റും. അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അവരെങ്ങനെയുള്ള പേഴ്സണാണ്? ഈവൻ എന്തെങ്കിലും വീഡിയോയുടെയൊക്കെ താഴെ വന്ന വീഡിയോയോ വട്ടെവർ ഫേസ്ബുക്കിലോ ഒക്കെ എന്തെങ്കിലും ഒരാൾ പറയുന്ന ഒപ്പീനിയൻ്റെ ഇതിനായിട്ട് എഗൻസ്റ്റും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ പറയുന്നത് കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മെന്റൽ സ്റ്റാറ്റസ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈവൻ ഇപ്പം പാസ്പോർട്ട് വിസയ്ക്ക് വേണ്ടിയിട്ടും അപ്ലൈ ചെയ്യുമ്പോഴും ഒക്കെ ചില രാജ്യങ്ങളൊക്കെ അവരുടെ സോഷ്യൽ മീഡിയ പോലും ചെക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ അത്ര റിഫ്ലക്റ്റീവ് ആണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഈവൻ ഇത് ഇന്നിപ്പോൾ ഈ വീഡിയോയുടെ താഴെയാണെങ്കിലും വന്ന് കമന്റ് ഇടുന്നവർ ചിലപ്പം അങ്ങനെയുള്ളവരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ട് തോന്നുവാണെങ്കിൽ, ഇപ്പം നമ്മൾ കൂടുതലും ലൈഫ് സ്റ്റൈൽ കറക്ഷനെ കുറിച്ചൊക്കെ ഉണ്ടോ, ഇന്നിപ്പം ഇതുവരെ നമ്മൾ കറക്ഷനെ കുറിച്ച് പറഞ്ഞില്ല, നമ്മൾ സൈക്കാട്രിക് ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം അവർക്ക് എന്തെങ്കിലും ഇപ്പം ലൈഫ് സ്റ്റൈൽ കറക്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പം കറക്ഷൻ ചെയ്യണ്ടേ? അപ്പം അവർ നമ്മളിപ്പം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ വരെ ചെയ്തിരുന്നത് തെറ്റാണെന്ന്. അപ്പം പലർക്കും നമ്മൾ ചെയ്ത കാര്യം തെറ്റാണെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യും? അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത് കാര്യമൊക്കെ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലായാലും അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കമന്റ് അങ്ങനെയും ഇടാം. നമ്മൾ അത്രയും നമ്മളുടെ മീഡിയയിലൊന്നും അധികം അങ്ങനെ നെഗറ്റീവ് കമന്റ് കാണാറില്ല. കാരണം നമ്മൾ ആരെയും ചലഞ്ച് ചെയ്യുന്നില്ല. പിന്നെ ആകെ എന്നാലും പക്ഷേ ചിലപ്പോഴൊക്കെ ചില ഫ്യൂ ആൾക്കാരുണ്ടായിരുന്നു സ്ഥിരം വന്ന് ആദ്യകാലത്തൊക്കെ. ഇപ്പം ഞാൻ അത്ര അത് കാണാറില്ല. നെഗറ്റീവ് കമന്റ് ഇടുന്നത് പോലെയുള്ള. അപ്പം അത് ഓരോരുത്തരുടെ ഒരു നേച്ചറാണ്. അപ്പം നമ്മൾ എവിടെയെങ്കിലും നമ്മളൊരു നെഗറ്റീവ് കമന്റ് സോഷ്യൽ മീഡിയയിൽ ഇടുകയാണെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം. അവരവരുടെ മാനസിക നിലയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് അവരോട് തന്നെ ഒന്ന് ചിന്തിക്കണം. നമുക്ക് ആർഗ്യൂ ചെയ്യാം. എല്ലാവരുടെയും ഒപ്പീനിയനുമായിട്ട് ആരും എല്ലാത്തിനും സമ്മതിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു കാര്യം കാണുമ്പോൾ നമ്മളങ്ങ് ഇറിറ്റബിൾ ആകുകയും പൊട്ടിത്തെറിക്കുകയും അതിനകത്ത് ഇതായിട്ട് കമന്റ് ഇടണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എനിക്കെന്നും കൂടെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ശരിക്കും ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഇപ്പം ഈ ഇലക്ഷന്റെ ഒക്കെ സമയമാണല്ലോ. അപ്പൊ ഈ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണല്ലോ. ഈ കാൻഡിഡേറ്റ്സ് ആവുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയവും, പിന്നെ അവരുടെ കൂടെ ഉള്ളവർക്കും ഇതേ സ്ട്രെസ് ആവുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള സംശയവും. ഇനി ഒരാൾക്കല്ലേ ആവാൻ പറ്റുള്ളൂ ഒരു കാൻഡിഡേറ്റ്. അപ്പം ബാക്കിയുള്ളവരൊക്കെ അൺഹാപ്പി. അപ്പം ഇത് ഇങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷൻ ആവുമ്പോഴത്തേക്കും ഈ പറയുന്ന ഒരു വലിയൊരു കൂട്ടം ആൾക്കാർ സ്ട്രെസ്ഡ് ആവുമ്പോൾ ആ സ്ട്രെസ് നമുക്ക് ഈവൻ ഇപ്പൊ ന്യൂസ് ചാനലാണെങ്കിലും ഏത് ചാനലാണെങ്കിലും കാണും. കുറേ പേര് ആരെങ്കിലും ഒരു കാര്യത്തെ ഒരാളെ പറ്റി എന്തെങ്കിലും പറയുകയാണെങ്കിൽ അയാളുടെ എതിരെയുള്ള ആൾക്കാരെല്ലാം കൂടെ അയാളുടെ എതിരായിട്ട് ഈ കമന്റ്സ് ഇങ്ങനെ റിപ്പറ്റേറ്റീവ് ആയിട്ട് ഇട്ട് പോവുകയാണ്. അപ്പൊ ഈ റിപ്പറ്റേറ്റീവ് ആയിട്ട് ഒരാൾ കമന്റ് ഇടുകയാണെങ്കിൽ അത് അയാളുടെ മാനസികാവസ്ഥയെ പറ്റി എന്താ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അയാൾ പറയാ ഈ ആള് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും അടിയിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ എന്താണ് അയാൾ ഏത് അസുഖത്തിൽ പെടുന്നവരാണ്? അതൊരു കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞുണ്ടല്ലോ. ഒരേ കാര്യം തന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇത് വരും. പിന്നെ ചിലപ്പം അവരുടെ മാനസിക നിലയെക്കാളും കൂടുതൽ അവരുടെ അത് ഒരു ആസ്പെക്ട് വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന രണ്ടാണല്ലോ. 2 രീതിയിൽ വരുമല്ലോ. അപ്പം മറ്റേ വേറൊരു അവരവരുടെ ഗ്രൂപ്പിനെ നന്നാക്കാൻ അവർക്ക് കൂടുതൽ ഫേവറിറ്റിസം വരാനും മറ്റേ ആളെ താത്താനും കൂടെ വേണ്ടിയിട്ടുള്ളത് വരും. അപ്പം നമ്മൾ ഈ പൊളിറ്റിക്കലി ഉള്ള കാര്യങ്ങളിൽ നമ്മൾ ആ ഒരു ആസ്പെക്ട് എടുക്കുന്നതിൽ കാര്യമില്ല. അവർക്ക് പ്രത്യേക മോട്ടീവ് അത് കാണാം. ചിലപ്പം സോഷ്യൽ മീഡിയയിലാണേലും വന്നിടും. അവർക്ക് മറ്റേ ആളോട് ദേഷ്യം ഉണ്ടാവും. നമ്മപ്പം ഒരു നെഗറ്റീവ് ഇതും ഉണ്ടാവും. അപ്പൊ അവരെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മോശം കമന്റുകളൊക്കെ ഇട്ടിട്ട് പോവാം. അപ്പൊ അതൊരു അൺറാഷണൽ ആണെന്ന് ചിന്തിക്കുന്നവർക്ക് അത് മനസ്സിലാവും. അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം ചിന്തിച്ചെടുക്കുന്നവർക്ക് ഇപ്പോൾ ഒരു നെഗറ്റീവ് കമന്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ, അതോ അവർക്കെന്തെങ്കിലും സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളത് കൊണ്ടാണോ ഇട്ടതെന്ന്, അല്ലെങ്കിൽ അവർക്കെന്തെങ്കിലും അൾട്ടീരിയർ മോട്ടീവ് എന്തെങ്കിലും സ്പെഷ്യൽ മോട്ടീവ് വെച്ച് ഇടാനാണ്, അങ്ങനത്തെയൊക്കെ നമുക്ക് എപ്പോഴും ചിന്തിക്കാമല്ലോ. കാരണം ഇപ്പം ഈവൻ ഒരു ട്രീറ്റ്മെന്റ് ആസ്പെക്റ്റിനെ കുറിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും പല ആസ്പെക്റ്റ് ഉണ്ടാവും. ഇപ്പം ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വെച്ചൊരു കാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡിസിൻ വെച്ച് ട്രീറ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്നവർക്ക് പോലും അതിനെക്കുറിച്ച് നെഗറ്റീവ് വരാം. അവർക്കും അവരുടേതായ ഇൻട്രസ്റ്റുകൾ ഉണ്ടാവാം. അപ്പം ഇതെല്ലാം ഇതിനകത്ത് ബാധകമാകും എന്നുള്ളതാണ്. അപ്പം അവർക്കെന്തെങ്കിലും പ്രൈവറ്റ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് അഫക്റ്റ് ചെയ്യാം. പിന്നെ അവരവരുടെ മാനസിക നില രണ്ടും അതിനകത്ത് വരുന്നുണ്ട്. ഈ മെന്റൽ ഹെൽത്ത് ഇല്ലേ, ഈ മെന്റൽ ഹെൽത്ത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? ഇപ്പോൾ ഒരു ഡയബറ്റീസ് പേഷ്യൻ്റ് ആണെന്ന് വിചാരിക്കാം.
ആ ഡയബറ്റീസ് പേഷ്യൻ്റ് ആയിട്ട് ഒരാൾ വരുമ്പോൾ അയാളെ ഡയബറ്റീസിനാണല്ലോ പൊതുവെ ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പേഷ്യൻ്റ് ആണെങ്കിൽ ഹാർട്ടിൻ്റെ കാര്യത്തിനാണല്ലോ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഡയബറ്റീസ് പേഷ്യൻ്റ് ആയിട്ട് വരുന്ന ആളോ ഹാർട്ടിൻ്റെ പേഷ്യൻ്റ് ആയിട്ട് വരുന്ന ആളോ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വരുന്ന ആളോ ഇങ്ങനെ വരുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ആരോഗ്യനില എത്രമാത്രം ഈ ട്രീറ്റ്മെൻറ്റിനെ ബാധിക്കും? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, പല മരുന്നുകൾ അസുഖം നമ്മളുടെ ബ്രെയിനിനെയും കൂടെ ബാധിക്കുന്നുണ്ട്, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. കൂടാതെ പല മരുന്നുകളും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അത് വളരെ എവിഡന്റ് ആണ്. ഇപ്പൊ നമുക്ക് ചില അസുഖങ്ങൾ, പ്രത്യേകിച്ച് ഹൈപ്പർ തൈറോയിഡിസം, ഈ പാർക്കിൻസൺസ് ഡിസീസ്, അൽഷീമേഴ്സ് ഡിസീസ്, ഇതെല്ലാം മാനസിക രോഗമായിട്ടും കൂടെയാണ് പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഡെമെൻഷ്യ, പ്രായമായി കഴിയുമ്പോൾ ഡെമെൻഷ്യ വരുന്നു. അതിപ്പം ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉള്ളവർക്ക് ഡെമെൻഷ്യയും മാനസിക പ്രോബ്ലംസും വരാനുള്ള സാധ്യത കൂടുതലാണ്. ബ്രെയിൻ ഡാമേജ് ആണ്, ഡീജനറേറ്റീവ് ഡിസീസ് ഓഫ് ദ ബ്രെയിൻ ആണ് ഈ ന്യൂറോപ്പതി എന്ന് പറയുന്നത്. ഡയബറ്റിക് പേഷ്യൻസിന് കയ്യിലും കാലിലും വരുന്ന മരവിപ്പും ഇതൊക്കെയാണ് നമ്മൾ അസസ് ചെയ്യുന്നതെങ്കിലും അവരുടെ ബ്രെയിനിനെയും ബാധിച്ചുകൊണ്ടിരിക്കുക. ഡയബറ്റിക് പേഷ്യൻസിന് ന്യൂറോപ്പതി വരുന്നു, എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ വരുന്ന കൈയുടെ പത്തിയും കാലിന്റെ ഇതിലുമായിരിക്കും. അവിടെയാണ് ഏറ്റവും സെൻസേഷൻ കുറഞ്ഞ് ആദ്യം വരുന്നത്. പക്ഷെ ഇതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിനെ ഇത് തന്നെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്ന് പറയുന്ന ഇതിനകത്ത് നെർവ്സിനെയും ബാധിക്കും. അതായത് കാലിലേക്കുള്ള രക്തക്കൊഴലുകൾ, മറ്റേ ഹാർട്ടിലെ രക്തക്കൊഴലുകൾ ബ്ലോക്ക് ആവുന്ന പോലെ കാലിലേക്കുള്ള രക്തക്കൊഴലുകൾ അടഞ്ഞു പോകുന്നതാണ്. പ്രത്യേകിച്ചും ഈ മറ്റേ ആൽക്കഹോൾ, നിക്കോട്ടിൻ ഉപയോഗം, സ്മോക്കിംഗ് ഉള്ളവർക്കൊക്കെ അത് കൂടുതലായിരിക്കും. അപ്പൊ അവർക്ക് തന്നെയാണ് സ്ട്രോക്ക് വരാനുള്ള സാധ്യത. പക്ഷെ ഈ പേഷ്യൻസിന് തന്നെയാണ് ഡെമെൻഷ്യ വന്ന് മെമ്മറി കുറയാനും. മെമ്മറി കുറഞ്ഞ് നമ്മൾ അങ്ങേയറ്റത്ത് എത്തിയിട്ടല്ല നമ്മൾ ഇതൊക്കെ നോക്കേണ്ടത്. നമുക്ക് തന്നെ തോന്നുവാണ് മെമ്മറി കുറയുന്നുണ്ടല്ലോ, ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്, എനിക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, എൻ്റെ മെമ്മറി കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ മെമ്മറി കൂട്ടാനായിട്ട് മരുന്നൊന്നുമില്ല. പക്ഷെ ഡയബറ്റിസ് മാറ്റാൻ പറ്റും. മാറ്റാൻ മരുന്ന് വെച്ച് മാറ്റാൻ പറ്റൂല. ടൈപ്പ് 2 ഡയബറ്റിസ് ആണെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ കൺട്രോൾ ആകും. അതോടുകൂടി നമ്മുടെ ബ്രെയിനും ഇതാവും, ബ്രെയിൻ ബെറ്റർ ആകും. പിന്നെ ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത്, നമ്മളിപ്പോൾ ഈ ടൈപ്പ് 2 ഡയബറ്റീസിനൊക്കെ എടുക്കുന്ന ഇൻസുലിൻ ഇഞ്ചക്ഷനും അല്ലെ ഇൻസുലിൻ കൂട്ടുന്ന മരുന്നുകൾ വെച്ചാണ്. അത് തന്നെയാണ് നമ്മുടെ ബ്രെയിനിന് അല്ലെ അൽഷിമേഴ്സിനും അങ്ങനെ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് വരാനുള്ള ചാൻസ് കൂട്ടുകയാണ് അത് ചെയ്യുന്നത്. അതുപോലെ ഈവൻ റെറ്റിനോപ്പതി, പിന്നെ ഇൻസുലിൻ ഇഞ്ചക്ഷൻസും ഇൻസുലിൻ്റെ അളവ് കൂടുന്ന റെറ്റിനോപ്പതി കൂട്ടും എന്നുള്ളതാണ്. ഈവൻ ഈ പലതരം മരുന്നുകളും നമുക്ക് മാനസിക ബുദ്ധിമുട്ടുകളും വിഭ്രാന്തി ഉണ്ടാക്കാം. ഞാൻ അങ്ങനത്തെ ഇപ്പം പലരും ഇങ്ങനെ അൽഷീമേഴ്സ് ഡിസീസ് ആണെന്ന് ഇത് ചെയ്ത് ഒരു മെമ്മറിയും ഒരു ഡിസോറിയന്റേഷൻ ഉള്ള പേഷ്യൻസ് പോലും നമുക്ക് അവരുടെ ഈ മരുന്നുകളും കുറച്ച് കൊണ്ടുവരാനും ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് അവരുടെ നോർമൽ നിലയിലേക്ക്, അൽഷീമേഴ്സ് ഡിസീസ് ആണെന്ന് എഴുതി തള്ളിയ പേഷ്യൻസ് പോലും നോർമൽ മെമ്മറിയിലേക്ക്, അതായത് അത് ശരിക്കും അവരുടെ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആയിരുന്നു. ഈ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഈ ഇങ്ങനെ ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ബെൻസോഡയസെപ്പിൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ഉണ്ട്, ഈ ഉറക്കം വരുത്തുന്നത്. അങ്ങനത്തെ മരുന്ന് കഴിച്ചിട്ട് ഡിസോറിയന്റേഷൻ ആയ പേഷ്യന്റിനെ പോലും കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഓരോരുത്തരുടെ പെരുമാറ്റത്തിൽ നിന്നാണല്ലോ ആദ്യം ഈ ചിലപ്പോൾ സംശയം തോന്നുക, ഇത് ശരിയാണോ ഇല്ലേ, ഇത് എന്തെങ്കിലും മെന്റൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആണോന്ന്. അപ്പം അങ്ങനെ പെരുമാറ്റത്തിൽ ഇങ്ങനെ ചേഞ്ചസ് വരുമ്പോൾ അതിൽ നിന്ന് തിരിച്ചറിയാനായിട്ട് ഇപ്പൊ ഈ സ്ട്രെസ് ആണോ അല്ലെങ്കിൽ ആങ്സൈറ്റി ആണോ ഡിപ്രഷൻ ആണോ എന്നൊക്കെ ഈ ചെറുപ്രായത്തിലും അത് സാധ്യമാണോ? ബിക്കോസ് ഇപ്പോൾ കാണുന്നത് വളരെ എളുപ്പത്തിൽ എല്ലാവരും പറയും ഇത് മറ്റേ മൊബൈലിൻ്റെ അഡിക്ഷനാണ് അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹെൽത്ത് പ്രോബ്ലം ആണ് എന്നൊക്കെ എളുപ്പത്തിൽ അങ്ങ് ഡിസൈഡ് ചെയ്യും. ഇനി അതല്ല, അതിലും അപ്പുറം വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ തിരിച്ചറിയാൻ പേരൻസിന് എങ്ങനെ സാധിക്കും? കുട്ടികളിലും ഡിപ്രഷനും കുട്ടികളിൽ വരാം. അതുപോലെ തന്നെ പലപ്പോഴും ഈ മാനസിക രോഗങ്ങളുടെ എല്ലാം തുടക്കം ടീനേജിലായിരിക്കും പലപ്പോഴും വരുന്നത്. അപ്പൊ നമ്മൾ ആ സമയത്താണ് ഏറ്റവും കെയർ എടുക്കേണ്ടത്. ടീനേജിൽ ഒരു മാനസിക സ്ട്രെസ് ഒക്കെ വന്നവരാണ് പിന്നെ സ്കിസോഫ്രീനിയോ അല്ലെങ്കിൽ ബൈപോളാർ ഡിസീസ് അങ്ങനെ ഇതിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, നമുക്ക് പേഷ്യൻസ് ആയിട്ട് വരാറുണ്ട് കൊച്ചു പിള്ളേരെ, അതായത് ഈ ടീനേജ് ടൈമിൽ 10ാം ക്ലാസ് പരീക്ഷയുടെ സമയത്ത്. അപ്പൊ അവരോട് കൗൺസിലിങ്ങിലേക്ക് പോകാൻ പറയും, പിന്നെ സൈക്കാട്രിക് മെഡിസിനിലേക്ക്. അപ്പൊ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അപ്പം ആ മരുന്ന് കഴിക്കാൻ തുടങ്ങി. സൈക്കാട്രിക് മരുന്നുകളുടെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ നെർവ്സിന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് ബ്രെയിനിൽ, കെമിക്കൽസ് ഉണ്ട്. ആ കെമിക്കലാണ് നമ്മളുടെ ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ കെമിക്കലുകൾ നമ്മൾ ഈ കെമിക്കൽ, ഈ ബ്രെയിനിലെ കെമിക്കൽ ആരാ ഉണ്ടാക്കുന്നത്, എങ്ങനെയാ ഉണ്ടാകുന്നത്? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ്. അപ്പൊ അതിന് ആക്ടിവിറ്റി കൂട്ടുന്നതുണ്ട്, അതിനെ ബാലൻസ് ചെയ്യുന്ന മോഡുലേറ്റേഴ്സ് ഉണ്ട്, എക്സൈറ്റേറ്ററി എന്ന് പറയും.
അപ്പം നമ്മൾ ഗ്ലൂട്ടാമേറ്റ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഗ്ലൂട്ടാമേറ്റ്. അത് എക്സൈറ്റേറ്ററി ആണ്. അതുപോലെ തന്നെ വേറെ അങ്ങനെ കുറയ്ക്കുന്ന ടൈപ്പുണ്ട്, കൂട്ടുന്ന ടൈപ്പുണ്ട്, മോഡുലേറ്റ് ചെയ്യുന്നതുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കുന്നത് നമ്മുടെ ഫുഡീന്നാ. അപ്പം നമ്മളുടെ ഈ സോഡിയം, പൊട്ടാസ്യം ബാലൻസും, ഒമേഗ 3, 6 ബാലൻസും, അതുപോലെ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനുകൾ, ഇപ്പൊ പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ പ്രോട്ടീനാ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അസറ്റൈൽ കോളിൻ എന്ന് പറയുന്നത്. അതിന് ഒരു കോളിൻ എന്ന് പറഞ്ഞ ഒരു വൈറ്റമിൻ വേണം. അപ്പൊ ഈ ഇപ്പം നമ്മളുടെ ഫുഡിനകത്ത് പറ്റിയിരിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒമേഗ 3, 6 ബാലൻസ് തെറ്റിയിരിക്കുക. പിള്ളേർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ മുഴുവനും സാച്ചുറേറ്റഡ് ഫാറ്റാ, ബേക്കറി ഐറ്റംസും സാച്ചുറേറ്റഡ് ഫാറ്റ് അല്ല, ഈ അതിലെ സാച്ചുറേറ്റഡ് ഫാറ്റിലെ തന്നെ ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് കൂടുതൽ. അപ്പൊ അവരുടെ ബ്രെയിൻ സെൽസ് സ്റ്റിഫാണ്. അതിനൊപ്പം തന്നെ സോഡിയം കൂടുതലും പൊട്ടാസ്യം കുറവുമായിരിക്കും, മാഗ്നീഷ്യം കുറവായിരിക്കും. അതിന്റെ കൂടെ പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാകും. എല്ലാം 14 വൈറ്റമിൻസും 14 മിനറൽസും വേണം. ഇതെല്ലാം നമ്മളുടെ ഈ കറക്റ്റ് ഫംഗ്ഷൻ പോകണം, ഇതെല്ലാം വേണം. പലരും വെരി ലോ വൈറ്റമിൻ ഡി ആയിരിക്കും, ചിലർക്ക് B12 ഡെഫിഷ്യൻസി കാണാം. അപ്പം നമ്മളെല്ലാം ഒന്നും ആരും ചെക്ക് ചെയ്യുന്നില്ലല്ലോ. പല വൈറ്റമിൻസും മിനറൽസും എല്ലാം ഡെഫിഷ്യന്റ് ആയിരിക്കും. അപ്പോഴാണ് ഈ പിള്ളേരൊക്കെ ഈ അബ്നോർമൽ ഇതിലേക്ക് പോകുന്നത്. ഇപ്പം പലർക്കും ഇപ്പം നമ്മൾ പറയും ഓട്ടിസവും ലേണിംഗ് ഡിസബിലിറ്റിയും ഇങ്ങനത്തെ കാര്യത്തിന്റെയൊക്കെ തുടക്കം നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഉള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ്. അപ്പൊ അത് നമ്മൾ കുട്ടികളെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഓട്ടിസം അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഒരു കുട്ടികളിൽ വരുന്ന മാനസിക രോഗം. അതൊരു മാനസിക രോഗത്തിലാണ് ഇത് പെടുന്നത്. അതുപോലെ ലേണിംഗ് ഡിസബിലിറ്റി, അതുപോലെ ഈ ഒക്കെ കുട്ടികളിൽ വരുന്ന എല്ലാ കാര്യങ്ങളും മാനസിക, അതായത് ബ്രെയിനുമായിട്ട് ആക്ടിവിറ്റി ആയിട്ട് വരുന്ന കാര്യങ്ങളുടെ എല്ലാം തുടക്കം ശരിക്കും നമ്മുടെ ഫുഡിലാണ്. അതുപോലെ ടോക്സിൻസും. അപ്പൊ ഇതിന്റെ ഇംബാലൻസ് നമ്മുടെ അമ്മ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അമ്മ കഴിച്ച ഫുഡും ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് അമ്മ കഴിച്ച ഫുഡും ഒക്കെയാണ് കുഞ്ഞിന് ന്യൂട്രീഷനായിട്ട് വരുന്നത്. അവിടെ വന്നിരിക്കുന്ന തെറ്റുകളാണ് നമ്മളുടെ പ്രോബ്ലത്തിലേക്ക് പോകുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം വരുമ്പോൾ നമ്മൾ മരുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കാട്രിക് ഇങ്ങനെ ഈ കുട്ടികൾക്കൊക്കെ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് തന്നെ അവരെ മരുന്നുകളിലേക്ക് വിടാതെ, അല്ലെ മരുന്ന് ഇമ്മീഡിയറ്റ്ലി വല്ലതും ഒരു കുറച്ച് ഇതെടുത്തിട്ട് അതിൽ നിന്ന് അവരെ മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. കുട്ടികളെ മാത്രമല്ല, ഏത് സ്റ്റേജിലും പേഷ്യന്റ് വില്ലിംഗ് ആയിട്ടുള്ള വലിയ സൈക്കോസിസിലൊന്നും നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യന്റ് വില്ലിംഗും ആയിട്ട് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ നമുക്ക് ഞാൻ 3ഉം 4ഉം ഒക്കെ മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ അതിനകത്ത് മാറ്റാൻ പറ്റാറുണ്ട്. ആൾക്കാർക്ക് ഈ വേറൊരാളുടെ ബിഹേവിയർ കണ്ടാൽ ആ ബിഹേവിയർ ഏതെങ്കിലും ഒരു അസുഖം ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഈ മനുഷ്യർ തമ്മിലുള്ള ഈ ദേഷ്യവും അരിശവും ഒക്കെ ഒരു വലിയ പരിധി വരെ കുറയാൻ സാധ്യതയില്ലേ? എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളോട് ഒരു ബിഹേവ് ചെയ്യുന്ന ഒരാൾ, അയാൾ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അത് ശരിയായിട്ടല്ല അയാൾ ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ അതേസമയം നമുക്കറിയാം ദാ ഈ അസുഖം കൊണ്ടാണ് അയാൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചാൽ തന്നെ ആ ഒരു പ്രശ്നം കുറേയൊക്കെ ഒരു പരിധി വരെ നമ്മളുടെ കാര്യത്തിൽ തീരുമല്ലോ. അപ്പം അങ്ങനെ ആൾക്കാർക്ക് എങ്ങനെയാണ് അങ്ങനത്തെ ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക? ബേസിക്കലി ഇന്നിപ്പം നമ്മൾ ആൾക്കാർ അയാൾ ചെയ്തത് ശരിയല്ല എന്നും പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പം ഇപ്പൊ പലപ്പോഴും ഇപ്പം വണ്ടി തട്ടി എന്നൊക്കെ പറഞ്ഞ് ഉള്ള മറ്റേ കുത്തിക്കൊന്നു എന്നൊക്കെ ഉള്ളത് നമ്മളിപ്പം പലപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒരാള് മറ്റേ ആളുടെ അയാൾ ഡ്രഗ് അടിച്ചിട്ട് വന്നിരിക്കുകയാണോ, അണ്ടർ ആൽക്കഹോൾ ഇഫക്റ്റ് ആണോ, അല്ലെ മറ്റെന്തെങ്കിലും ഡ്രഗിന്റെ ഇഫക്റ്റ് ആണോ, അങ്ങനെയുള്ളവരാണല്ലോ ഇങ്ങനെ ഒരുതരം അറ്റാക്കിംഗ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിന് മാറിപ്പോകാനാണ് നമ്മൾ ബുദ്ധി ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത്. അതുപോലെ ഇപ്പൊ കുടുംബത്തിലാണെങ്കിലും ഇപ്പം ഭാര്യയെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ മക്കളെ ഉപദ്രവിക്കുക, അപ്പൊ ഹസ്ബൻഡ് വന്ന്, അതൊക്കെയാണല്ലോ ഈ കുടിയന്മാരുടെയും മറ്റുള്ള വീടുകളിലൊക്കെ ഉള്ള ഒരു വലിയ പ്രശ്നം. ഈവൻ മക്കൾ വന്ന് അണ്ടർ അഡിക്റ്റ് ആയിട്ടുള്ള മക്കൾ വന്ന് പേരൻസിനെ ഉപദ്രവിക്കുന്നു. അപ്പം അവർ അണ്ടർ അഡിക്റ്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ അവരിന് മാറി നിൽക്കാൻ നോക്കുക എന്നുള്ളതേ അതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്നത് മനസ്സിലാക്കുക, ചിലപ്പോൾ അവരുടെ മാനസിക നില തെറ്റിയവരായിരിക്കും. അപ്പൊ അവർക്ക് മാനസിക നില തെറ്റിയിരിക്കുക, അവരെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ നമ്മൾ ഒഴിവായി മാറുക, അല്ലെങ്കിൽ നമ്മളുടെ ജീവന് തന്നെ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഇഞ്ചുറി വരാമെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഒരിക്കലും നമ്മൾ അണ്ടർ ഇൻടോക്സിക്കേറ്റഡ്, ആൽക്കഹോൾ ആണെങ്കിലും മറ്റേതിന്റെയെങ്കിലും ഇൻടോക്സിക്കേഷനിൽ ഇരിക്കുന്നവരും അതുപോലെ തന്നെ വിത്ഡ്രോവൽ സിംറ്റമിൽ ഇരിക്കുമ്പോഴും, അപ്പൊ നമ്മൾ അമ്മമാരും വീട്ടുകാരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കള് ഇപ്പം ഏതിനേലും അഡിക്ഷൻ അവർക്കത് കിട്ടാതെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ അവർക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല. അച്ഛനും അമ്മയും ഒന്നും വിഷയമല്ല. അവർക്ക് ആ ഡ്രഗ് കിട്ടണം എന്നുള്ള, അവർക്ക് അത്ര ഡിസ്കംഫർട്ട് ആയിരിക്കും അത്. അപ്പൊ അവര് ശരിക്കും സൈക്കോസിസിലാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇവനെന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അവനെ ഒരു അഡിക്ട്സ് ആയിട്ടുള്ളവരെ എല്ലാം നമ്മൾ മാനസിക രോഗിയായിട്ട് വേണം കാണാനായിട്ട്. അപ്പൊ മാനസികമായിട്ട് അവർ നില തെറ്റിയിരിക്കുകയാണ്. അപ്പൊ അവര് രോഗിയെ പരിഗണിക്കുന്നത് പോലെ തന്നെ നമ്മൾ കണ്ടാലേ പറ്റുള്ളൂ.
അപ്പൊ ആ ഒരു നിലപാട് നമ്മൾ വീട്ടിലാണേലും മറ്റേ സൊസൈറ്റിയിലാണേലും വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ഹാം ചെയ്യാതിരിക്കാനും അതിനൊരു വഴി ഉണ്ടാവുള്ളൂ. മാനസിക രോഗികളായിട്ടുള്ളവർക്കും ഈ വൈകാരികമായിട്ട് ബിഹേവിയറിൽ പെശക് വരുന്ന ആൾക്കാരും ഉണ്ടല്ലോ. ദാറ്റ് ഈസ് ചിലരിങ്ങനെ ഓവർ റിയാക്ട് ചെയ്യും. അപ്പം ഈ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളാണോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണോ ഇത് തമ്മിൽ എങ്ങനെയാണ് തിരിച്ചറിയാനായിട്ട് സാധിക്കും? വൈകാരികവും മാനസികവും എല്ലാം ഒന്നിന്റെ നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് അല്ലെ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ. അതിപ്പം നമ്മുടെ സ്കിന്നിൽ മുതൽ അല്ലെങ്കിൽ ബ്രെയിനിൽ വരെ നടക്കുന്ന എല്ലാം കെമിക്കൽ റിയാക്ഷനുകളാണ് നമ്മളുടെ സ്വഭാവവും നമ്മളുടെ ചിന്തകളും നമ്മളുടെ എല്ലാമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ വൈകാരികവും മാനസികവും ഒക്കെ അതിന്റെ വേറെ തലങ്ങളാണ്. അതിനെല്ലാം നമ്മുടെ ബ്രെയിനിലെ കെമിക്കലുകളുടെ ആക്ടിവിറ്റിയാണ്. അപ്പം അതിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ പലപ്പോഴും ചെയ്യുന്ന മരുന്നുകളാണെങ്കിൽ തന്നെ ഈ ആക്ടിവിറ്റിയെ തന്നെ സപ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഗ്ലൂട്ടമിൻ, സെറോട്ടോണിൻ. ഇപ്പം സെറോട്ടോണിൻ ഇൻഹിബിറ്റേഴ്സ് അല്ലെ അപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ഇങ്ങനത്തെ മരുന്നുകളാണ് തരുന്നത്. അപ്പം ആ മരുന്ന് കൂടിപ്പോയ ഒരെണ്ണം ഡിപ്രഷന് വേണ്ടിയിട്ട് തരുന്ന മരുന്ന് കൂടിപ്പോയ സൈക്കോസിസ് ആയിട്ട് മാറാം. അതുപോലെ സൈക്കോസിസിന് വേണ്ടിയിട്ട് തരുന്ന മരുന്ന് കൂടിപ്പോയി കഴിഞ്ഞാൽ ഡിപ്രഷനായിട്ട് മാറാം. അപ്പം അതുപോലെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്താൽ. അപ്പൊ അതുകൊണ്ട് തന്നെ സൈക്യാട്രിക് ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യാനും വളരെ ഡിഫിക്കൽട്ടാണ്. അത് മനസ്സിലാക്കണം. അപ്പൊ അതുപോലെ ഇപ്പം നമ്മളൊരു മരുന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ സൈക്കോസിസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്കിസോഫ്രീനിയയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന മരുന്നുകൾ പലതും അതൊരു സൈക്യാട്രിക് മറ്റേ സൂയിസൈഡൽ ഐഡിയലേഷൻ, എല്ലാത്തിനും തന്നെ സൂയിസൈഡൽ ഐഡിയലേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മരുന്നുകൾക്കെല്ലാം സൈഡ് ഇഫക്റ്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ സൈക്യാട്രിക് പ്രോബ്ലംസിനാണെങ്കിലും ഒരു നല്ല ശതമാനം നമ്മളുടെ ലൈഫ് സ്റ്റൈല്, നമ്മളുടെ സ്ട്രെസ് ലെവല്, നമ്മളുടെ ഫുഡ്, നമ്മളുടെ എക്സസൈസ് കുറവ്, നമ്മുടെ ബോഡി കോമ്പോസിഷനിൽ തന്നെ വന്നിരിക്കുന്ന തെറ്റുകൾ, ഇതെല്ലാമാണ് ഇതിന് കാരണം. അപ്പം നമ്മൾ സ്റ്റേബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് ദിവസത്തേക്കൊക്കെ നമുക്ക് സൈക്യാട്രിക് മെഡിസിൻസ് ഒക്കെ എടുത്ത് സ്റ്റെബിലൈസ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും നമ്പർ ഓഫ് സൈക്യാട്രിക് മെഡിസിൻസ് മിനിമൈസ് ചെയ്യുക. കാരണം ഇതൊക്കെ എങ്ങനെ ഈ സൈക്യാട്രിക് മെഡിസിനുകളുടെ ഒക്കെ സ്റ്റഡി ഇതാണെങ്കിൽ സിംഗിൾ മെഡിസിൻ വെച്ചാണ് സ്റ്റഡി, അല്ലാതെ 3-4 കൂടെ കൊടുത്ത് ഉള്ള ഒരു സ്റ്റഡി ഒന്നുമില്ല. അങ്ങനെ ചെയ്യാൻ പറ്റൂല. സ്റ്റഡീസ് എല്ലാം നമ്മളിപ്പോൾ ഒരു മെഡിസിൻ അപ്രൂവലിന് വേണ്ടിയിട്ട് വരുമ്പോൾ ആ മരുന്ന് വെച്ച് കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്നത് എങ്ങനെ 3-4 മരുന്നുകൾ ഒന്നിച്ചാണ്. അപ്പൊ ഇതിനൊന്നും അങ്ങനെ മരുന്ന് എടുത്തുകൊണ്ട് നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും സൈക്യാട്രിക് പേഷ്യൻസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു നോർമലി പെർഫോം ചെയ്യാനും അവരുടെ ബുദ്ധിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോകും. പലർക്കും അത് പറ്റാതെ വരും. അപ്പൊ ഈ സൈക്യാട്രിക് ഡിസീസിൽ നമ്മൾ ഏറ്റവും പ്രധാനം നമ്മൾ മരുന്നൊക്കെ ആകാം, പക്ഷെ അത് കഴിഞ്ഞിട്ട് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് ഏറ്റവും മിനിമൽ മെഡിക്കേഷനിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് നമ്മളെ സ്റ്റേബിൾ ആക്കാൻ നോക്കുക എന്നുള്ളത്. ഹോർമോൺ ഇംബാലൻസും ശരിക്കും ഈ മാനസികമായിട്ടുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുന്നു. അത് ശരിക്കും അതിന് ശരിക്കും എന്താണ് പോസിബിലിറ്റീസ് ഉള്ളത്? ഈ ഹോർമോൺസും ബ്രെയിനിൽ എല്ലാ ഹോർമോണും ബ്രെയിനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. മെയിൽ സെക്സ് ഹോർമോൺസ്, ടെസ്റ്റോസ്റ്ററോൺ, ഫീമെയിൽ സെക്സ് ഹോർമോൺ, ഈസ്ട്രജൻ, ഇതെല്ലാം ബ്രെയിനിൽ ഈവൻ നമ്മുടെ മെമ്മറിയും നമ്മുടെ കോഗ്നിഷനും ഇതിനെല്ലാം തൈറോയ്ഡ് ഹോർമോൺ, ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിലാണ് മനുഷ്യന്റെ ആ ലൈഫ് സ്മൂത്ത് ആയിട്ട് പോവുക. ഹോർമോൺസ് ഒരു നിലയിൽ ശരിയാണ്, ഹോർമോൺസിന്റെ ഫംഗ്ഷൻ വേറൊന്നാണ്. ഓരോ ഹോർമോണിനും ഓരോ ഇതാണ്. ഇപ്പൊ നമ്മള് ഈ എഡ്രിനാലിൻ എന്ന് പറയില്ല, നമുക്ക് ദേഷ്യം വരുമ്പോൾ പുറത്തു വരുന്നതാണ് എഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോണൊക്കെ. ഇപ്പൊ ഈ എഡ്രിനാലിൻ, നോറെഡ്രിനാലിൻ, ഈ ഹോർമോൺസിനൊക്കെ നമ്മുടെ പെരിഫറിയിൽ, അതായത് ബോഡിയിലെ മറ്റവയവങ്ങളിലുള്ള ആക്ഷൻ അല്ല നെർവ്സിലുള്ളത്. ബ്രെയിനിലും ഈ ഹോർമോൺസ് ഒക്കെ തന്നെയുണ്ട്. അത് അവിടെ വേറെ ഉണ്ടാക്കാനാണ്. അഡ്രിനാലിൻ നമ്മൾ പുറത്തെ ആവശ്യത്തിന് മെയിൻലി നമ്മളുടെ എഡ്രിനൽ ഗ്ലാൻഡിലാണ്. അപ്പൊ നമുക്ക് ദേഷ്യമൊക്കെ വരുമ്പോൾ നമുക്ക് വരുന്ന അഡ്രിനാലിൻ്റെ ഇത് കൂടുകയാണ് ചെയ്യുന്നത്. അത് നമുക്കറിയാലോ, ദേഷ്യം വരുന്നത് എന്താ, സ്ട്രെസ്സും നമ്മുടെ മാനസിക നിലയായിട്ടും കൂടെ കണക്ട് ചെയ്താണ്. സോ ഹോർമോൺസും എല്ലാം കണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈവൻ ഈ ഹോർമോൺസ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഫുഡ് വെച്ചിട്ടാണെന്ന് ഓർക്കണം. ഈവൻ ഫൈനലി ഈ ഹോർമോണുകളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനിൽ നിന്നുള്ള ഹോർമോൺസ് മാത്രമല്ല, ഫൈനലി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ ഫാറ്റ് എന്നുള്ള ഹോർമോൺസ് ആണ്. ഈവൻ നമ്മൾ സൂര്യപ്രകാശത്തിൽ പോയി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ സ്കിന്നിൽ ചില സ്പെഷ്യൽ എൻഡോഫിൻസും എൻഡോഫിൻസ് നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്നതാണ്. ഈവൻ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പല ഹോർമോൺസും നമ്മളുടെ സ്കിൻ ഉണ്ടാക്കുന്ന, നമ്മുടെ സ്കിന്നിൽ വൈറ്റമിൻ ഡി ഉണ്ടാക്കുമെന്ന് കേട്ടിട്ടുണ്ട്, അറിയാം എല്ലാവർക്കും. പക്ഷെ ഇത് കൂടാതെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ മൂഡ് എലിവേറ്റേഴ്സ് നമ്മുടെ സ്കിന്നിനകത്ത് ഉണ്ടാകുന്നുണ്ടെന്നാണ്. അപ്പൊ ഈവൻ സൂര്യപ്രകാശം നമുക്ക് ഏറ്റവും കിട്ടാത്ത സാധനമാണ് ഇപ്പം സൂര്യപ്രകാശം. നമുക്ക് ആർക്കും, എല്ലാവരും നല്ല സൂട്ടും കോട്ടും ഒക്കെ ഇട്ടാണ് നടക്കുന്നത്. സൂര്യപ്രകാശത്തിലൊന്നും ആർക്കും പോകാൻ പറ്റുന്നില്ല. ഇപ്പം ഇലക്കറി കിട്ടുന്നില്ല എന്നുള്ളതുപോലെ സൂര്യപ്രകാശം കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് അങ്ങനെ പല ഹോർമോൺസ് നമ്മുടെ സ്കിൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് സ്പെഷ്യൽ ഹോർമോൺസ് വരുന്നുണ്ട്. അതുപോലെ മസിലിൽ നിന്ന് വരുന്നുണ്ട്. ഇതാണ് പോയി ബ്രെയിനിൽ പോയി നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന എൻഡോർഫിൻസും അങ്ങനത്തെയൊക്കെ. നമ്മൾ എല്ലാ ദിവസവും ഒന്ന് എക്സസൈസ് ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈക്കാട്രിക് പേഷ്യൻസിന് ഏറ്റവും വേണ്ടത് ലൈഫ് സ്റ്റൈൽ, അതായത് എക്സസൈസ് മുതൽ നമ്മളുടെ ഫുഡ് കറക്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അങ്ങനെ വന്നാൽ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഈ മെഡിസിൻസിൽ നിന്ന് എല്ലാം തന്നെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ഈ മൂഡ് തെറ്റുന്ന സാഹചര്യങ്ങൾ വരുമല്ലോ, സ്ട്രെസ് സാഹചര്യങ്ങൾ വരും. അപ്പം ഞാൻ ബേസിക്കലി ഈ സൈക്കാട്രിക് പേഷ്യൻസിൻ്റെ ഒക്കെ സൈക്കാട്രി മാത്രമല്ല, പല ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും ഹാർട്ട് പേഷ്യൻസിനും ഒക്കെ സൈക്കാട്രിക് പ്രോബ്ലംസും കൂടെ ഉണ്ടാവും. പലരും അതിനും കൂടെ മരുന്ന് കഴിക്കുന്നുണ്ടാവും. മിക്കവാറും പേഷ്യൻസിൻ്റെ എല്ലാം നമ്മൾ മരുന്ന് വിതിൻ 1 or 2 months നിർത്താൻ പറ്റാറുണ്ട്. പക്ഷേ സൈക്കാട്രിക് പേഷ്യൻസ് 3-4 മരുന്ന് സൈക്കാട്രിക് ആവശ്യത്തിന് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കുറച്ചുകൂടി സമയമെടുക്കും. കാരണം ഈ സൈക്കാട്രിക് മെഡിസിൻസ് എല്ലാം വിത്ഡ്രോവൽ സിംപ്റ്റം ഉണ്ടാക്കും. അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടേ കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം എന്നാൽ പോലും മിക്കവാറും പേർക്കും 2-3 മാസം കൊണ്ട് തന്നെ എല്ലാം കുറച്ച്, പിന്നെ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വന്നാൽ അപ്പം തന്നെ കഴിക്കാൻ, ഇപ്പോൾ ഡിപ്രഷനിലേക്ക് പോകുന്നവർക്ക് അത്, അല്ലെങ്കിൽ സൈക്കോസിസിലേക്ക് പോകുന്നവർക്ക് അങ്ങനെ കെയർഫുൾ ആയിട്ട് നോക്കണം. പക്ഷേ 2 കാര്യമുണ്ട്. പേഷ്യൻറ്റും ഈ ഇതിലേക്കൊക്കെ ഒരു വില്ലിങ്നെസ് ഉണ്ടാകണം. അതുപോലെ ഫാമിലിയുടെ സപ്പോർട്ടും ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ സൈക്കാട്രിക് പ്രശ്നങ്ങളെ നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വെച്ചിട്ട് സോൾവ് ചെയ്ത് അവരെ ഒരു ഹെൽത്തി ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പല കാര്യങ്ങളും നമ്മുടെ ബ്രെയിനിൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ ബോഡിയുടെ കണ്ടന്റ്, ഇതൊക്കെ ഓരോ മിനറൽസ്, കെമിക്കൽസ്, ഫാറ്റ്സ് ഇതൊക്കെ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബാലൻസ് തെറ്റുന്നത് തന്നെ ഈ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളായി മാറുന്നു. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഏതെങ്കിലും ഒരു മരുന്നിൻ്റെ കുറവ് കൊണ്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് മരുന്നുകളുടെ റോള് ഉണ്ട്, പക്ഷേ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബ്രെയിനിന് ഉണ്ടാക്കുന്ന ആ കെമിക്കൽസും ബോഡിയുടെ കമ്പോസിഷൻ്റെ കെമിക്കൽസും ഈ മാനസിക ഹെൽത്ത് നിലനിർത്താനും അത് ഇമ്പ്രൂവ് ചെയ്യാനും. രോഗകാരണം മനസ്സിലാക്കി പ്രബുദ്ധരാക്കുക. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രോഗങ്ങളെ മാറ്റുക. കൂടുതൽ ഹെൽത്ത് വീഡിയോകൾക്കും ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണ അറിവുകൾക്കുമായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയ ശേഷം ബെൽ ബട്ടൺ അമർത്തുക.